പ്രൈസ് ദി ലോർഡ്. ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവർക്കും ക്രിസ്തുവേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന വെളിപ്പാട് പുസ്തകത്തിലെ മുന്നോട്ടുള്ള പഠനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ഇന്ന് നമ്മൾ പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ നിന്നാണ്. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം എന്ന് പറയുമ്പോൾ ഒരു പുതിയ ലെവലിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു ഘട്ടത്തിലേക്കാണ് നമ്മുടെ പഠനത്തിൻ്റെ അല്ലെങ്കിൽ ഈ പഠന പരമ്പരയുടെ ഒരടുത്ത ഘട്ടമാണ് നമ്മളിപ്പോൾ കൈകാര്യം ചെയ്യാനായിട്ട് പോകുന്നത്. സഹോദരങ്ങളെ, ഭാവിയെ സംബന്ധിച്ച വിഷയങ്ങളായി നമ്മൾ കാണുന്നതും അല്ലെങ്കിൽ ദൈവവചനത്തിൽ നിന്ന് മനസ്സിലാക്കുവാനുമായിട്ട് പോകുന്നത് ഇതുവരെ നാം കണ്ടത്, നാം കേട്ടത് ഈ ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങളാണ്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 12 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് അപ്പോസ്തലനായ യോഹന്നാൻ കർത്താവിനെ ദർശനത്തിൽ കാണുന്നു. അപ്പോൾ കർത്താവിനെ കുറിച്ച് അല്ലെങ്കിൽ കർത്താവിനെ ദർശനത്തിൽ കാണുന്ന ആ കാഴ്ചയാണ് ആദ്യത്തെ ഘട്ടത്തിൽ എഴുതിയിരിക്കുന്നത്. അതായത് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 12 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് വെളിപ്പാട് പുസ്തകത്തിന്റെ രണ്ടാമത്തെ ഘട്ടം ആരംഭിക്കുന്നത് എവിടെയാന്ന് ചോദിച്ചാൽ വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 3-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യം വരെ, 3:22 വരെ. ഇത് രണ്ടാമത്തെ ഘട്ടമാണ് വെളിപ്പാട് പുസ്തകത്തിൽ. 3-ാമത്തെ ഘട്ടം എന്ന് പറയുന്നത് റെവലേഷൻ 4 മുതൽ 22 വരെയുള്ള അധ്യായങ്ങൾ. അതായത് ഇനി മുന്നോട്ട് നമ്മൾ പഠിക്കുവാൻ പോകുന്ന 4-ാം അധ്യായം മുതൽ അവസാനത്തെ അധ്യായമായ 22-ാമത്തെ അധ്യായം വരെയുള്ള ആ ഘട്ടം എന്ന് പറയുന്നത് വെളിപ്പാട് പുസ്തകത്തിന്റെ 3-ാമത്തെ ഘട്ടമാണ്. അപ്പോൾ 3 ഘട്ടങ്ങളായിട്ടാണ് വെളിപ്പാട് പുസ്തകത്തെ ക്രമീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മളിത് മനസ്സിലാക്കുവാനായിട്ട് പോകുന്നത്, നമുക്കറിയാം, ഇതിന്റെ ഇൻട്രൊഡക്ഷൻ മുതൽ ഈ ക്ലാസ് കേട്ടിട്ടുള്ളവർക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. പല വ്യൂകളുണ്ട്, അല്ലെങ്കിൽ ഈ പഠനത്തെക്കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് പല രീതിയിൽ പലതരത്തിൽ മനുഷ്യർ വ്യാഖ്യാനിക്കുവാറുണ്ട്. പലതരത്തിൽ മനുഷ്യർ അതിനെ മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് നമ്മൾ ഫോളോ ചെയ്യുന്ന സ്റ്റഡി അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന വ്യൂ എന്താണെന്ന് ഞാൻ ഇതിൻ്റെ ആരംഭഘട്ടത്തിൽ അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷനിൽ വളരെ ഗൗരവത്തോടു കൂടി മാത്രമല്ല തെളിവുകളോടുകൂടി ഞാൻ പ്രതിപാദിക്കുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇവിടെ ഈ 4 മുതലുള്ള അധ്യായങ്ങൾ പഠിക്കുമ്പോൾ ഇവിടെയും ഈ പല വ്യൂകളാണ് ഉണ്ടാകാൻ സാധ്യതയായിട്ടുള്ളത്. അതായത് 4-5 അധ്യായത്തിൽ നാം കാണുന്നത് ദൈവസഭ സ്വർഗത്തിലായിരിക്കുന്ന ഒരു കാലഘട്ടത്തെ കുറിച്ചാണ്. അപ്പോഴ് ദൈവത്തിന്റെ സഭ മഹോപദ്രവത്തിന് മുമ്പേ എടുക്കപ്പെടുമെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അത് മാത്രമല്ല, മഹോപദ്രവകാലമായ 7 വർഷത്തിന്റെ മധ്യത്തിൽ ദൈവത്തിന്റെ സഭ ആദ്യത്തെ 3.5 വർഷത്തിന് ശേഷം ദൈവസഭ എടുക്കപ്പെടും എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അത് മാത്രമല്ല, ചിലർ വിശ്വസിക്കുന്നുണ്ട് ഈ മഹോപദ്രവകാലമായ 7 വർഷത്തിന് ശേഷമാണ് ദൈവത്തിന്റെ സഭ എടുക്കപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ ഈ മഹോപദ്രവ കാലഘട്ടത്തിലൂടെ ദൈവത്തിന്റെ സഭ കടന്നു പോകേണ്ടി വരുമെന്ന്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, നമ്മൾ വിശ്വസിക്കുന്നത് മഹോപദ്രവ കാലഘട്ടത്തിന് മുമ്പ് ദൈവത്തിന്റെ സഭ എടുക്കപ്പെടുമെന്നുള്ളതാണ്. അപ്പോൾ ഇൻട്രൊഡക്ഷനിൽ ഞാൻ അതിൻ്റെ തെളിവുകളും എന്തുകൊണ്ടാണ് ആ വ്യൂവിനെ നമ്മൾ ഫോളോ ചെയ്യുന്നത്, അതിനെ സബ്സ്ക്രൈബ് ചെയ്യുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് ഞാൻ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യുവാനിടയായി. അത് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ വീണ്ടും ആ ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ആദ്യത്തെ ആ ക്ലാസ് യൂട്യൂബിൽ കേട്ട് മനസ്സിലാക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ മുന്നോട്ട് പഠിക്കുമ്പോഴും വീണ്ടും നാം ഈ പറഞ്ഞിരിക്കുന്ന, അതായത് മഹോപദ്രവ കാലഘട്ടമാകുന്ന 7 വർഷത്തിന് മുമ്പ് ദൈവത്തിന്റെ സഭ എടുക്കപ്പെടുമെന്നുള്ള വ്യക്തമായ തെളിവുകൾ മുന്നോട്ട് പോകുന്ന പഠനത്തിനും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇവിടെ നമ്മൾ, അതായത് ഞാൻ ഇംഗ്ലീഷിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീ ട്രിബുലേഷൻ, മിഡ് ട്രിബുലേഷൻ ആൻഡ് പോസ്റ്റ് ട്രിബുലേഷൻ തിയറീസ്. പ്രീ ട്രിബുലേഷൻ എന്ന് പറഞ്ഞാൽ മഹോപദ്രവത്തിന് മുമ്പ് ദൈവസഭ എടുക്കപ്പെടുമെന്നുള്ള തിയറി. മിഡ് ട്രിബുലേഷൻ എന്ന് പറഞ്ഞാൽ മഹോപദ്രവകാലമായ 7 വർഷത്തിന്റെ മധ്യസമയത്ത് ആദ്യത്തെ 3.5 വർഷക്കാലത്തിന് ശേഷം ദൈവത്തിന്റെ സഭ എടുക്കപ്പെടും. അതായത് മഹോപദ്രവം കഠിനമാകുന്നതിന് മുമ്പ് ദൈവത്തിന്റെ സഭ എടുക്കപ്പെടും, സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും, റാപ്ചർ ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്നവരാണ് മിഡ് ട്രിബുലേഷൻ തിയറിക്കാര്. പോസ്റ്റ് ട്രിബുലേഷൻ എന്ന് പറഞ്ഞാൽ മഹോപദ്രവ കാലഘട്ടത്തിലൂടെ ദൈവത്തിന്റെ സഭ കടന്നു പോകേണ്ടി വരും എന്ന് വിശ്വസിക്കുന്നവരാണ്. അവിടെ ഞാൻ ഒരു മിനിറ്റ്, ഞാൻ ഇൻട്രൊഡക്ഷനിൽ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു എങ്കിലും 1 സെക്കൻഡ് ഞാൻ ഒരു കാര്യം പറയുവാനായിട്ട് എടുക്കുകയാണ്. സഹോദരങ്ങളെ,
ദൈവത്തിന്റെ സഭ ഇപ്പോഴും കഷ്ടങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. 2000 നമ്മുടെ കർത്താവ് മരിച്ചു, ഉയർത്തെഴുന്നേറ്റു. പെന്തിക്കോസ് ദിവസം നമുക്കറിയാം കർത്താവിന്റെ പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അപ്പോസ്തലന്മാരെയും കർത്താവിന്റെ ശിഷ്യരെയും താൻ ആത്മാവിൽ നിറച്ചു. ദൈവത്തിന്റെ സഭ സ്ഥാപിതമായി ഭൂമിയിൽ. അപ്പൊ 1-ാം നൂറ്റാണ്ട് മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിന്റെ പലയിടങ്ങളിൽ, അത് കാലത്തിനപ്പുറമായി സമയത്തിനപ്പുറമായി എല്ലായിടത്തും ദൈവത്തിന്റെ സഭ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. ഇന്ന് നോക്കിക്കഴിഞ്ഞാലും ഇന്ത്യയിൽ നമുക്കറിയാം, നോർത്ത് ഇന്ത്യയിലൊക്കെ നോക്കിക്കേ, അതുപോലെ മറ്റു പല രാജ്യങ്ങളിലെ സിറിയയിലേക്കോ അഫ്ഗാനിസ്ഥാനിലേക്കോ കൊറിയയിലേക്ക്, അതുപോലെ തന്നെ മറ്റ് ഗൾഫ് കൺട്രീസിലേക്കൊക്കെ നോക്കി, ഇവിടെ എല്ലാം ദൈവത്തിന്റെ സഭ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ചിലർ പറയുന്നത് ഈ പോസ്റ്റ് ട്രിബുലേഷൻ അല്ലെങ്കിൽ മഹോപദ്രവ കാലത്തിലൂടെ ദൈവസഭ കടന്നു പോകേണ്ടി വരും എന്ന് വാദിക്കുന്നവർ ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. സഭ കടന്നു പോകുന്നില്ല ഇപ്പോൾ ഈ കഷ്ടതയിലൂടെ? അതുപോലെ തന്നെ മഹോപദ്രവ കാലമാകുമ്പോഴും സഭ കടന്നു പോയിക്കൊണ്ടേയിരിക്കും. പക്ഷെ സഹോദരങ്ങളെ, ഞാൻ പറയുവാൻ ആഗ്രഹിച്ചത് ഇതാണ്. ഇന്ന് അല്ലെങ്കിൽ ദൈവത്തിന്റെ സഭ 1-ാം നൂറ്റാണ്ടിൽ സ്ഥാപിതമായത് മുതൽ ഇന്ന് വരെയുള്ള കഷ്ടതകളും പീഡനങ്ങളും ഒന്ന് നോക്കിക്കേ. അതെല്ലാം മനുഷ്യനാൽ ഉണ്ടായപ്പെട്ടിട്ടുള്ളതാണ്. വളരെ ശ്രദ്ധയോടെ അത് കേൾക്കണമേ. അതിൻ്റെ എല്ലാം ഈ പീഡനങ്ങളുടെയും ഈ ട്രിബുലേഷന്റെയും ഈ അഫ്ലിക്ഷൻസിന്റെയും ഈ കഷ്ടതകളുടെയും പിന്നിൽ, അല്ലെങ്കിൽ ദൈവത്തിന്റെ സഭയെ പീഡിപ്പിക്കുന്നതിന്റെ പിന്നിൽ മനുഷ്യന്റെ കൈകളാണ്. ആ മനുഷ്യനെ പിശാച് ഉപയോഗിക്കുന്നു എന്ന് മാത്രം. എന്നാൽ ഈ മഹോപദ്രവകാലം എന്ന് പറയുന്നത്, അതായത് വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം മുതൽ മുന്നോട്ട് 19-ാം അധ്യായം വരെ വിശദീകരിച്ച് കാണിച്ചിരിക്കുന്ന മഹോപദ്രവം എന്ന് പറയുന്നത് അത് മനുഷ്യന്റെ കയ്യാൽ ഉണ്ടാകുന്നതല്ല. അത് സ്വർഗത്തിൽ നിന്ന്, അത് പഠിക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും, സ്വർഗത്തിൽ നിന്ന് ദൈവം കഷ്ടതകളെ ഈ ഭൂമിയിലേക്ക്, ബാധകളെ ഈ ഭൂമിയിലേക്ക് ദൈവം അയക്കുകയാണ്. അതായത് ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 6-ാം അധ്യായം മുതൽ 19-ാം അധ്യായം വരെ വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്ന 7 വർഷത്തെ മഹോപദ്രവ കാലഘട്ടത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് മനുഷ്യനല്ല, പിന്നിൽ ഉള്ളത് ദൈവത്തിന്റെ കരങ്ങളാണ്. അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ദൈവത്തിന്റെ കരങ്ങളിൽ നിന്നുള്ള കോപം, ക്രോധം, ബാധ ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ തന്റെ ജനമാകുന്ന ദൈവസഭയെ അതിലൂടെ കടത്തിവിടുമെന്ന് ആർക്കെങ്കിലും ചിന്തിക്കാൻ പറ്റുമോ? ഇല്ല. ദൈവത്തിന്റെ സഭ എടുക്കപ്പെട്ടതിന് ശേഷമാണ് മഹോപദ്രവകാലം ആരംഭിക്കുന്നത്. അപ്പോൾ 4-5 അധ്യായം, ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്ന 4-ാം അധ്യായവും 5-ാം അധ്യായത്തിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ അത് സ്വർഗത്തിൽ കാണുന്ന ചില കാഴ്ചകളാണ്. ഈ സ്വർഗത്തിൽ കാണുന്ന കാഴ്ചകൾ എന്ന് പറയുമ്പോൾ ഒരുവൻ സ്വർഗത്തിൽ എത്തിയതിനു ശേഷം മാത്രമേ അത് കാണുവാനായിട്ട് കഴിയുകയുള്ളൂ. ഞാൻ ആ വാക്യങ്ങൾ 4-1 മുതൽ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടെ വിശദീകരിക്കപ്പെടും സഹോദരങ്ങളെ. അപ്പോൾ 4-5 അധ്യായങ്ങളിൽ സ്വർഗത്തിൽ ദൈവത്തിന്റെ സഭയായിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. സ്വർഗം എന്താണ്, സ്വർഗത്തിൽ നടക്കുന്നത് എന്താണ്, ഇതൊക്കെയും നമുക്ക് അവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്നിട്ട് 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മഹോപദ്രവ കാലഘട്ടം ആരംഭിക്കുകയാണ്. അതുകൊണ്ട് നമുക്കിപ്പോൾ ഈ 4-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. ഞാനത് ഇംഗ്ലീഷിലൂടെ ചേർത്ത് ഈ ക്ലാസ് എടുക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ചിലരുടെ ആവശ്യപ്രകാരം മലയാളത്തിൽ തന്നെ പറഞ്ഞു പോകുമ്പോൾ ചിലർക്ക് ചില വാക്കുകൾ, അതായത് മലയാളം നന്നായിട്ട് അറിയാത്ത ചിലർക്ക് ചില വാക്കുകൾ ഫോളോ ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് ഞാൻ ഇംഗ്ലീഷ് നോട്ടിലൂടെ ഒന്ന് കടന്നു പോകുവാനായിട്ട് ആഗ്രഹിക്കുക. However, those who believe in the mid-tribulation rapture of the church should pay particular attention to the events from Revelation chapter 5 to 8. ശ്രദ്ധിക്കണമേ, നിങ്ങൾ ആരെങ്കിലും, എന്നെ കേൾക്കുന്നവരിൽ ആരെങ്കിലും മിഡ് ട്രിബുലേഷൻ റിവ്യൂവിനെ മിഡ്-ട്രിബുലേഷൻ വ്യൂവിനെ ഫോളോ ചെയ്യുന്നവരായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദൈവത്തിന്റെ സഭ മഹോപദ്രവ കാലത്തിന്റെ മധ്യകാലഘട്ടത്തിൽ എടുക്കപ്പെടും എന്നുള്ള തിയറിയെ ഫോളോ ചെയ്യുന്നവർ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, വെളിപ്പാട് പുസ്തകം 5 മുതൽ 8 വരെയുള്ള അധ്യായങ്ങൾ വളരെ ആഴത്തിലൊന്ന് പഠിക്കുവാനായിട്ട് ഞാൻ ആവശ്യപ്പെടുകയാണ്. വെളിപ്പാട് പുസ്തകം 5 മുതൽ 8 വരെയുള്ള അധ്യായങ്ങൾ കുറച്ച് വിശദമായിട്ടൊന്ന് പഠിക്കുവാൻ കഴിഞ്ഞാൽ മിഡ്-ട്രിബുലേഷൻ എന്നുള്ളത് മിഥ്യയാണെന്നും അതല്ല സത്യമെന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതുപോലെ proponents of the post-tribulation rapture of the church should pay specific attention to the events from Revelation chapter 5 to Revelation chapter 20. അതുപോലെ തന്നെ post-tribulation വ്യൂവിനെ ഫോളോ ചെയ്യുന്നവരായിട്ട്, അല്ലെങ്കിൽ ദൈവത്തിന്റെ സഭ 7 വർഷത്തെ മഹോപദ്രവ കാലഘട്ടത്തിലൂടെ കടന്നു പോകേണ്ടി വരും എന്നുള്ള വ്യൂവിനെ, എന്നുള്ള തിയറിയെ വിശ്വസിക്കുന്നവരാരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അവരോട് ഞാൻ ആവശ്യപ്പെടുന്നത് വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം മുതൽ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം വരെ ആ ഭാഗം
വിശദമായിട്ടൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വ്യക്തമായി സമ്മതിക്കും, ദൈവത്തിന്റെ സഭ മഹോപദ്രവ കാലത്തിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരത്തില്ല എന്ന്. പ്രൈസ് ഗാഡ്. അപ്പോൾ റെവലേഷൻ 4:1, Revelation chapter 4 verse 1 proved that every event in Revelation 4-22 must happen after the church is raptured. അതായത് വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം വായിക്കുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാകും മുന്നോട്ടുള്ള അധ്യായങ്ങൾ, അതായത് ചാപ്റ്റർ 4 മുതൽ ചാപ്റ്റർ 22 വരെയുള്ള അധ്യായങ്ങൾ സംഭവിക്കുന്നത് ദൈവത്തിന്റെ സഭ ഈ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ടതിന് ശേഷമാണെന്നാണ്. പ്രൈസ് ഗാഡ്. ഞാൻ ആ ഭാഗത്തേക്കൊന്ന് പോയിട്ട് ആ ദൈവവചന ഭാഗം ഒന്ന് വായിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അനന്തരം 4:1 വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 1-ാമത്തെ വാക്യം. അനന്തരം സ്വർഗത്തിലൊരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ചു കേട്ട ആദ്യ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിക്കുവാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് കൽപ്പിച്ചു. ഉടനെ ഞാൻ ആത്മവിവശനായി സ്വർഗത്തിലൊരു സിംഹാസനം വെച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു. ഇരിക്കുന്നവൻ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശ്യം. സിംഹാസനത്തിന്റെ ചുറ്റും കാഴ്ചയ്ക്ക് മരതകത്തോട് സദൃശ്യമായ ഒരു പച്ചവില്ല. സിംഹാസനത്തിന്റെ ചുറ്റിലും 24 സിംഹാസനം. വെള്ളയുടുപ്പ് ധരിച്ചും കൊണ്ട് സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാർ. അവരുടെ തലയിൽ പൊൻകിരീടം. സിംഹാസനത്തിൽ നിന്ന് മിന്നലും നാദവും ഇടിമുഴക്കവും പുറപ്പെടുന്നു. ദൈവത്തിന്റെ 7 ആത്മാക്കളായ 7 ദീപങ്ങൾ സിംഹാസനത്തിന്റെ മുമ്പിൽ ജ്വലിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പൊ 4:1 മുതൽ നമുക്കൊന്ന് പഠിക്കുവാനായിട്ട് ശ്രമിക്കാം. 4:1 എഴുതിയിരിക്കുന്നു അനന്തരം. അനന്തരം ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നു ആഫ്റ്റർ ദിസ്. അതിന്റെ ഗ്രീക്ക് മൂലഭാഷയിലേക്ക് പോയിട്ട് ആ ഗ്രീക്ക് മൂലഭാഷയിൽ എഴുതിയിരിക്കുന്ന ഫ്രേസ് അതേപോലെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഇങ്ങനെയാണ് വായിക്കുന്നത്, ആഫ്റ്റർ ദീസ് തിങ്സ്. ഇവ സംഭവിച്ചതിന് ശേഷം. ശ്രദ്ധിക്കണമേ, ഇവ സംഭവിച്ചതിന് ശേഷം. ഏത് സംഭവിച്ചതിന് ശേഷം? അപ്പോൾ എന്തോ ഒരു സംഭവം അവിടെ നടന്നിട്ടുണ്ട്. ശ്രദ്ധിക്കണമേ, ഇവിടെ 3-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യം വരെ 7 സഭകൾക്കുള്ള ദൂതുകളാണ് നമ്മൾ വായിച്ചത്. അവിടെ ഒന്നും സംഭവിച്ചതായിട്ട് പറയുന്നില്ല. ശ്രദ്ധിച്ച് പഠിക്കുന്ന ഒരു വ്യക്തിക്ക് അവിടെ സംഭവിച്ചതായിട്ട് പറയുന്നില്ല. 7 സഭകളോടുള്ള ദൂതുകൾ അറിയിക്കുകയാണ്. അവരുടെ കുറവുകള്, അവരെ മാനസാന്തരപ്പെടേണ്ട വഴികള്. ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുമ്പോൾ, കർത്താവ് അവരുടെ മധ്യത്തിലൂടെ നടക്കുമ്പോൾ കർത്താവ് അവരെ കുറിച്ച് കണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ തന്റെ സന്നിധിയിൽ നിന്ന്, തന്റെ സാന്നിധ്യത്തിൽ നിന്ന് അവർ എത്രമാത്രം അകന്നുപോയിരിക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് കർത്താവിന്റെ ആത്മാവ് ദൈവസഭകൾക്ക് എഴുതിയിരിക്കുന്നതാണ് 2-3 അധ്യായങ്ങളുള്ളത്. അവിടെ സംഭവങ്ങളെ കുറിച്ച് ഒന്നും തന്നെ എഴുതിയിട്ടില്ല. എന്നാൽ 4-ാം അധ്യായം 1-ാമത്തെ വാക്യം എഴുതിയിരിക്കുന്നു, ഇവ സംഭവിച്ചതിനു ശേഷം. ആഫ്റ്റർ ദീസ് തിങ്സ്. ഹല്ലേലൂയ. അപ്പൊ ഇംഗ്ലീഷിലെ കിങ് ജെയിംസ് വേർഷനിൽ വായിക്കുന്നത് ആഫ്റ്റർ ദിസ്. ആഫ്റ്റർ വാട്ട്? ചിന്തിച്ചു നോക്കേണ്ടതാണ്. അനന്തരം എന്ന് മലയാളത്തിൽ എഴുതിയിരിക്കുന്നു. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ആഫ്റ്റർ ദിസ് ഐ ലുക്ക്ഡ് ആൻഡ് ബിഹോൾഡ് എ ഡോർ വാസ് ഓപ്പൺഡ് ഇൻ ഹെവൻ. നമ്മൾ ശ്രദ്ധിക്കണമേ, നമ്മള് ഈ ഡിവിഷൻസിനെ കുറിച്ച് നമ്മൾ കേട്ടല്ലോ. 1-ാം അധ്യായത്തിലെ 12 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ, അതായത് കർത്താവിനെ കുറിച്ച് അപ്പോസ്തലനായ യോഹന്നാൻ ഒരു ദർശനം കണ്ടുവെന്ന്. അത് പകുതി വെച്ച് 2-ാമത്തെ ഘട്ടം ആരംഭിക്കുകയല്ല ചെയ്തത്. ശ്രദ്ധിച്ച് പഠിക്കണമേ. നമ്മൾ ഇത് പഠിക്കുമ്പോൾ ആ പഠനത്തിനൊരു രീതിയുണ്ട്. ഈ 1-ാമത്തെ കാലഘട്ടം എന്ന് പറയുന്നത് അത് 2-ാമത്തെ കാലഘട്ടവുമായിട്ട് ഓവർലാപ്പ് ചെയ്യുകയല്ല. 1-ാമത്തെ ഘട്ടം പൂർണ്ണമായി കഴിഞ്ഞതിന് ശേഷമാണ് 2-ാമത്തെ ഘട്ടത്തിലേക്ക് വരുന്നത്. അപ്പൊ 1-ാമത്തെ ഘട്ടത്തിൽ വിഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ആണ്, കർത്താവിനെ കുറിച്ചുള്ള ദർശനമാണ് അപ്പോസ്തലൻ കാണുന്നത്. അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് 2-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം മുതൽ 3-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിൽ 7 സഭകൾക്കുള്ള 7 ദൂതുകൾ എഴുതപ്പെട്ടത്. വളരെ ശ്രദ്ധിച്ച് നമ്മളിത് മനസ്സിലാക്കണം. അപ്പൊ അത് 2-ാമത്തെ ഘട്ടമാണ്. ഈ പുസ്തകത്തിന്റെ, വെളിപ്പാട് പുസ്തകത്തിന്റെ 2-ാമത്തെ ഘട്ടമാണ്. അതിന്റെ ഇടയ്ക്ക് മറ്റൊന്നും വരുന്നില്ല. 3-ാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഈ 2-ാമത്തെ ഘട്ടം പൂർണ്ണമായി പൂർത്തീകരിച്ചതിന് ശേഷമാണ് 3-ാമത്തെ ഘട്ടത്തിലേക്ക് വരുന്നത്. പൂർണ്ണമായി 2-ാമത്തെ ഘട്ടം പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞാൽ ഈ 7 എഴുത്തുകളും എഴുതി തീർത്തതിന് ശേഷമാണ് 3-ാമത്തെ ഘട്ടത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഈ ഓരോ 1 ഡിവിഷൻ മസ്റ്റ് ബി കംപ്ലീറ്റഡ് ബിഫോർ ദ നെക്സ്റ്റ് കമൻസസ്.
അത് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. അപ്പോൾ സഹോദരങ്ങളെ, ഇത്രയും നമ്മൾ പഠിച്ചതിൽ നിന്ന് ഒരു കാലഘട്ടത്തെ കുറിച്ച് നിങ്ങളെ ഞാനൊന്ന് കാണിച്ചു തരാനായിട്ട് പോവുകയാണ്. ഇനി മുന്നോട്ടുള്ള കാലഘട്ടത്തിൽ നമ്മൾ ദൈവത്തിന്റെ സഭ നേരിടേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ നാം ഈ 4-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ നിന്നുകൊണ്ട് 22-ാം അധ്യായത്തിലേക്ക് ഒന്ന് നോക്കുമ്പോൾ 4 മുതൽ ഫ്രം ചാപ്റ്റർ 4 to chapter 22, if you look through them, you come into a level of, ഒരു കാലഘട്ടത്തിന്റെ മധ്യത്തിലേക്ക് വരിക. അത് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം ജനസസിന് മുമ്പുള്ള കാലഘട്ടം എന്ന് പറയുന്നത് അതിനെ ഇറ്റേണിറ്റി പാസ്റ്റ് എന്ന് നമ്മൾ പറയും. അതായത് നിത്യതയുടെ ഭൂതകാലം. ആർക്കും അതറിയത്തില്ല. ജനസിസ് 1 മുതൽ 1-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ, അതുപോലെ മലാഖി പ്രവചനം വരെയുള്ള അധ്യായങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ കാലഘട്ടത്തെ പറയുന്നതാണ് പഴയ നിയമ കാലഘട്ടം. അപ്പോൾ ഒന്ന് ഇറ്റേണിറ്റി പാസ്റ്റ്, ആ ഭൂതകാലമുണ്ട്, നിത്യമായ ഭൂതകാലമുണ്ട്. അതിനുശേഷമുള്ള കാലഘട്ടത്തിന് പറയുന്നു പഴയ നിയമ കാലഘട്ടം. ഈ പഴയ നിയമ കാലഘട്ടത്തിന്റെ അവസാനത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ നമ്മുടെ വേദപുസ്തകത്തിൽ കാണുന്നത് മലാഖിയുടെ പ്രവചനമാണ്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, മലാഖിയുടെ പ്രവചനത്തിന് ശേഷം മത്തായിയുടെ സുവിശേഷം പുതിയ നിയമം ആരംഭിക്കുന്നതിന് മധ്യത്തിൽ ഒരു കാലഘട്ടമുണ്ട്. അത് 400 years ആണ്, 400 വർഷമാണ്. മലാഖി മുതൽ മത്തായിയുടെ സുവിശേഷത്തിൽ നമുക്ക് യോഹന്നാൻ സ്നാപകൻ കടന്നു വരുന്നതായിട്ട് കാണുന്നു. അപ്പൊ മലാഖി പ്രവചനത്തിന്റെ ഏറ്റവും അവസാനത്തെ ഒരു ശാസനയുണ്ട്. 4-ാം അധ്യായം മുതൽ വായിക്കുമ്പോൾ നമുക്കറിയാം, ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും, അന്ന് അഹങ്കാരികളും സകല ദുഷ്പ്രവർത്തിക്കാരും താളടിയാകും എന്ന് പറഞ്ഞിട്ട് ഒരു ശാസന ശാസിക്കുന്നുണ്ട്. അതിനുശേഷം ദൈവം മിണ്ടാതിരിക്കുന്നു 400 വർഷക്കാലം. പിന്നെ കേൾക്കുന്ന ശാസന എന്ന് പറയുന്നത് യോഹന്നാൻ സ്നാപകൻ വരുമ്പോഴാണ്. അപ്പോൾ ഒന്ന് ഓർത്തു നോക്കണമേ, ഈ പഴയ നിയമ കാലഘട്ടം എന്ന് പറയുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ ആരംഭിക്കുന്നു, മലാഖി പ്രവചനം വരെ വരുന്നു, എന്നിട്ട് പ്ലസ് 400 years. അതൊരു കാലഘട്ടമാണ്. ഈ 400 വർഷത്തിന്റെ അവസാനമാണ് നാം കാണുന്നത്. യോഹന്നാൻ സ്നാപകൻ വരുന്നു, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ജനിക്കുന്നു. ശ്രദ്ധിക്കണമേ, വാഴ്ത്തപ്പെട്ട കർത്താവ് ജനിക്കുന്നു, എന്നിട്ടൊരു കാലഘട്ടം ആരംഭിക്കുകയാണ് അവിടെ. ആ കാലഘട്ടത്തിന് പറയുന്നതാണ് ന്യൂ ടെസ്റ്റമെന്റ് ടൈം. ആ ന്യൂ ടെസ്റ്റമെന്റ് ടൈം അവസാനിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ന്യൂ ടെസ്റ്റമെന്റ് ടൈം എന്ന് പറയുന്നത് ബുക്ക് ഓഫ് റെവലേഷനിൽ, വെളിപ്പാട് പുസ്തകത്തിൽ 2-3 അധ്യായങ്ങളാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവസഭ, ഈ ഭൂമിയിലുള്ള ദൈവസഭയെ കുറിച്ച് നമുക്കത് കാണുവാനായിട്ട് കഴിയും. ഈ ന്യൂ ടെസ്റ്റമെന്റ് ടൈം അവസാനിക്കുന്നത് എപ്പോഴെന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ സഭ ഈ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടുമ്പോൾ. അപ്പൊ നമ്മളിപ്പോ ജീവിക്കുന്നത് പുതിയ നിയമ കാലഘട്ടത്തിലാണ്, ന്യൂ ടെസ്റ്റമെന്റിലാണ്. അപ്പൊ ഇത് അവസാനിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, കർത്താവിന്റെ സഭ എപ്പോൾ എടുക്കപ്പെടുന്നുവോ അന്ന് ന്യൂ ടെസ്റ്റമെന്റിന്റെ കാലഘട്ടം അവസാനിക്കുകയാണ്. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, 1 കൊരിന്ത്യർ 15-ാം അധ്യായം 50 മുതൽ 53 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ദൈവത്തിന്റെ സഭ എടുക്കപ്പെടുന്നതിനെ കുറിച്ച് അവിടെ വിശദമായി എഴുതിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, അപ്പോൾ അവിടെ വരെയാണ് പുതിയ നിയമ കാലഘട്ടം. എന്നിട്ട് ഈ റാപ്ചറിന് ശേഷം എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചാൽ, 2 കാര്യങ്ങൾ സംഭവിക്കുന്നു. റാപ്ചറിന് ശേഷം ഇവിടെ മഹോപദ്രവകാലം ആരംഭിക്കുകയാണ്. അതായത് ബുക്ക് ഓഫ് റെവലേഷൻ, വെളിപ്പാട് പുസ്തകത്തിൽ 6 മുതൽ 19 വരെയുള്ള അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സംഭവങ്ങൾ ഈ ഭൂമിയിൽ നടക്കുമ്പോൾ സ്വർഗത്തിൽ എന്താണ് നടക്കുന്നത്? എടുക്കപ്പെട്ട ദൈവത്തിന്റെ സഭ കാന്തനായ കർത്താവിനോടുകൂടെ 7 വർഷം ഹല്ലേലൂയ സ്വർഗത്തിൽ വസിക്കുന്നു. മറന്നു പോകരുത്. അന്ന് അപ്പോഴാണ് കുഞ്ഞാടിന്റെ കല്യാണത്തെ കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതിനുള്ള കാലഘട്ടം വെളിപ്പാട് പുസ്തകത്തിലുള്ളത്. ഇപ്പോൾ നമ്മൾ പഠിക്കുവാൻ പോകുന്ന വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം മുതൽ വെളിപ്പാട് പുസ്തകം 19-ാമത്തെ അധ്യായം വരെയുള്ള കാലഘട്ടമാണ് ദൈവത്തിന്റെ സഭ കർത്താവിനോടുകൂടെ സ്വർഗത്തിലായിരിക്കുന്നത്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ ആം സെയിങ്. അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, സ്വർഗത്തിലായിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ ചേർത്തുകൊണ്ട് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ ഭൂമിയിലേക്ക് 2ാമത് കടന്നു വരും. അതിനെയാണ് സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. ക്രിസ്തുവിന്റെ 2ാമത്തെ വരവ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. പ്രൈസ് ഗോഡ്. അത് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ആദ്യം ദൈവത്തിന്റെ സഭ എടുക്കപ്പെടുന്നുണ്ട്. ദൈവത്തിന്റെ സഭ എടുക്കപ്പെട്ടതിന് ശേഷം സ്വർഗത്തിൽ കർത്താവുമായിട്ടുള്ള വിവാഹം, കാന്തനുമായിട്ടുള്ള കല്യാണം. ആ സമയത്ത്
ഭൂമിയിൽ 7 വർഷം മഹോപദ്രവം നടന്നുകൊണ്ടിരിക്കുന്നു. ആ മഹോപദ്രവ കാലഘട്ടത്തിന്റെ അവസാനം ഹല്ലേലൂയ, കർത്താവ് തന്റെ കാന്തയായ സഭയോട് ചേർന്ന് ഈ ഭൂമിയിലേക്ക് വരികയാണ്. ഏത്? രണ്ടാമത്തെ വരവില്. ഈ രണ്ടാമത്തെ വരവ് എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവ് ഈ ഭൂമിയിൽ 1000 വർഷം തന്റെ മില്ലേനിയം, തന്റെ 1000 വർഷത്തെ ഭരണം സ്ഥാപിക്കുവാൻ കോണം വരിക. ഈ ഭൂമിയിൽ കർത്താവ് ഭരിക്കുന്നുണ്ട്. ഭൂമിയിൽ ഇരുന്നു കൊണ്ട് ഹല്ലേലൂയ, ലോകം മുഴുവനും സമാധാനത്തോടെ ഭരിക്കുന്ന 1000 വർഷക്കാലത്തെ കുറിച്ച് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. ഞാൻ ആ ഭാഗത്തേക്കൊക്കെ അതാത് ഈ ദൈവവചനത്തിൽ അതാത് ഭാഗങ്ങൾ വരുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് വിശദീകരിക്കുവാനായിട്ട് പറ്റും. അതിനുള്ള ഒരു വളരെ പ്രധാനമായ ഒരു പ്രവചനം എന്തെന്ന് ചോദിച്ചാൽ, നമ്മുടെ കർത്താവിന്റെ ജനനത്തിങ്കല് മറിയയുടെ അടുത്ത് കർത്താവിന്റെ ദൂതൻ എന്ന് പറയുന്നുണ്ട്, അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവം അവന് കൊടുക്കുമെന്ന്. അപ്പോൾ ദാവീദിന്റെ സിംഹാസനമായ യെരൂശലേമിൽ ഇരുന്നു കൊണ്ട് ലോകത്തെ മുഴുവനും കർത്താവ് 1000 വർഷം ഭരിക്കുന്ന ഒരു ഭരണ കാലഘട്ടമുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അത് കർത്താവിന്റെ രണ്ടാമത്തെ വരവിൽ ദൈവത്തിന്റെ സഭയോടുകൂടെയാണ് ഇറങ്ങി വന്ന് ആ ഭരണം നടക്കുന്നത്. അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചാൽ, പ്രസന്റ് വേൾഡ് വിൽ ബി ഡിസ്ട്രോയിഡ്. അതായത് 2 പത്രോസ് 3-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ഈ കാണപ്പെടുന്ന ലോകം മുഴുവനും നശിപ്പിക്കപ്പെടുന്ന ഒരവസ്ഥ. കാരണം പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉണ്ടാക്കുന്നതിന് വേണ്ടി. അപ്പോൾ ഈ പ്രസന്റ് വേൾഡ്, ഇന്നത്തെ ഈ ലോകം അവസാനിക്കുമ്പോൾ, ഈ പ്രപഞ്ചം അവസാനിക്കുമ്പോൾ, ആകാശം മാറിയിട്ട് പുതിയ ആകാശം വരും, ഭൂമി മാറി പുതിയ ഭൂമി വരും. ഇതെല്ലാം സംഭവിക്കുന്ന അതിന് ശേഷമാണ് ഹല്ലേലൂയ നിത്യമായ ന്യായവിധി ഉണ്ടാകുന്നത്. നിത്യമായ ന്യായവിധി അതിനുശേഷം ഇറ്റേണിറ്റി ആരംഭിക്കുകയാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനോട് കൂടിയുള്ള നിത്യത അവിടെ ആരംഭിക്കുന്നു. 1000 വർഷത്തിന് ശേഷമാണ് അതൊക്കെ സംഭവിക്കുന്നത്. ഞാൻ ഈ കാലഘട്ടങ്ങളെ ഒന്ന് സംക്ഷിപ്തമായിട്ട് നിങ്ങളോട് അറിയിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഈ 4-ാം അധ്യായം മുതൽ മുന്നോട്ടുള്ള കാര്യങ്ങൾ നാം പഠിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇവിടെ മനസ്സിലാക്കുവാനുള്ള ചില കാര്യങ്ങളിലേക്ക് ഞാനൊന്ന് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നു. ജോൺ ബീങ് ടേക്കൺ അപ്പ് ടു ഹെവൻ ഇസ് എ ടൈപ്പ് ഓഫ് ദ റാപ്ചർ ഓഫ് ദി ചർച്ച്. ഇവിടെ യോഹന്നാനോട് പറയുന്നുണ്ട്, അനന്തരം സ്വർഗത്തിലൊരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു, കാഹളനാദം പോലെ എന്നോട് സംസാരിച്ചു കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, കം അപ്പ് ഹിയർ, ഇവിടെ കയറി വരിക. ഇതുവരെ യോഹന്നാൻ ഈ ഭൂമിയിലുള്ളതിനെ കുറിച്ചാണ് കണ്ടത്. ഭൂമിയിൽ വെച്ചാണ് കർത്താവിന്റെ ദർശനം കണ്ടത്, ഭൂമിയിലുള്ള ദൈവസഭകളെ കുറിച്ചാണ് കണ്ടത്. എന്നാൽ കർത്താവ് അവനോട് പറയുന്നത്, നീ ഇവിടെ കയറി വരിക. ആ ശബ്ദം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് എ റാപ്ചർ, ആ നിലവാരത്തിൽ ഉള്ള ഒരു വ്യത്യസ്തത. കം അപ്പ് ഹിയർ. From Revelation 3 to 4 and 5, there is a complete change of scene from earth to heaven. ഇതുവരെ നമ്മൾ ഈ 7 സഭകളെ കുറിച്ച് പഠിച്ചപ്പോൾ ഭൂമിയിലുള്ള കാര്യങ്ങളായിരുന്നു. എന്നാൽ 4-ാം അധ്യായം മുതൽ മുന്നോട്ട് നോക്കി കഴിയുമ്പോൾ സ്വർഗത്തിന്റെ വ്യൂ ആണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. സ്വർഗത്തിലുള്ള കാര്യങ്ങളാണ് കാണുവാനായിട്ട് കഴിയുന്നത്. അതുപോലെ from Revelation chapter 6 onwards, the scene changes again to events happening on earth. 4-5 അധ്യായങ്ങൾ സ്വർഗത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടു കഴിയുമ്പോൾ പിന്നെ 6 മുതൽ അധ്യായങ്ങൾ വീണ്ടും ഭൂമിയിലേക്ക് മടങ്ങി വരികയാണ്. ഭൂമിയിൽ നടക്കുവാൻ പോകുന്ന കാര്യങ്ങളാണ് പിന്നീട് നമ്മൾ കാണുവാനായിട്ട് പോകുന്നത്. സോ ഇൻ റെവലേഷൻ 4 and 5 ജോൺ സീസ് ദ സീൻസ് ഇൻ ഹെവൻ. അപ്പൊ നമ്മളിപ്പോ പഠിക്കുവാൻ പോകുന്നത് സ്വർഗത്തിൽ അവൻ കാണുന്ന കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത്. ഒന്ന്, after this I looked. After this, which is Greek phrase metatoata. മുമ്പേ കേട്ടില്ല, metatoata എന്ന് പറഞ്ഞാൽ after these things, ഇവ സംഭവിച്ചതിന് ശേഷം എന്നുള്ളതാണ് നമുക്കവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തല്ലോ. ഇവ സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം എന്ന് പറയുമ്പോൾ എന്തോ ഒന്ന് സംഭവിച്ചിരിക്കുന്നു, അതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ജോൺ അതെന്താണ് സംഭവിച്ചതെന്നാണ് ഇനി നമ്മളിപ്പോൾ പഠിക്കാനായിട്ട് പോകുന്നത്. John was moving to future events or things that are going to happen. After he had written the 7 letters to the 7 churches, and after the rapture of the church, and when the church is no longer on earth, the events in Revelation chapter 4 to 22 will begin to unfold. ഞാൻ പറഞ്ഞതുപോലെ ദൈവത്തിന്റെ സഭ ഈ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ടതിന് ശേഷം വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം മുതൽ 22 വരെയുള്ള അധ്യായങ്ങൾ സംഭവിച്ചു തുടങ്ങുകയാണ്. Biblical proves that the church was raptured in Revelation chapter 4 verse 1. വെളിപ്പാട് പുസ്തകത്തിന്റെ 4-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ദൈവത്തിന്റെ സഭ എടുക്കപ്പെട്ടു എന്നുള്ളതിന് ബൈബിളിലെ തെളിവുകൾ എന്താണ്? ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ ആഫ്റ്റർ ദീസ് തിങ്സ് എന്ന്. ഈ സംഭവങ്ങൾക്ക് ശേഷം
എന്ന് പറഞ്ഞിട്ടാണ് അടുത്ത സംഭവങ്ങൾ തുടങ്ങുന്നത്. അപ്പൊ ഈ സംഭവം എന്താണെന്നുള്ളത് നമ്മൾ പറയുന്നത് ദൈവത്തിന്റെ സഭ എടുക്കപ്പെട്ടു എന്നാണ്. ദൈവത്തിന്റെ സഭ എടുക്കപ്പെടുന്നു എന്നുള്ളതിന്റെ ബൈബിളിലെ തെളിവുകൾ എന്താണ്, അതാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. അതായത് മഹോപദ്രവകാലത്തിന് മുമ്പ് ദൈവത്തിന്റെ സഭ എടുക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവുകൾ. നമ്പർ 1, Christ said the things of Revelation 4:22 must hereafter, that is after the church have been raptured, because Revelation 4 verse 1, between the things which are and the things which must be hereinafter. ആ വാക്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഹിയർ ഇൻ ആഫ്റ്റർ എന്നൊരു എക്സ്പ്രഷൻ കാണുവാനായിട്ട് കഴിയും. അതായത് ഇന്നു മുതൽ, മേലാൽ, അത് മലയാളത്തിൽ എഴുതിയിരിക്കുന്നു, മേലാൽ സംഭവിക്കുവാനുള്ളത്, മേലാൽ സംഭവിക്കുവാനുള്ളത്. അത് ഏതോ ഒന്നിന്റെ തുടക്കത്തെയാണ് കാണിക്കുന്നത്, അടുത്ത ഒരു ഫേസിനെയാണ് കാണുന്നത്. അതുപോലെ തന്നെ സഹോദരങ്ങളെ ശ്രദ്ധിച്ചു കേൾക്കണമേ, വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം മുതൽ 3-ാമത്തെ അധ്യായം വരെ നോക്കിക്കഴിഞ്ഞാൽ 19 പ്രാവശ്യം സഭ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. ദ വേർഡ് ചർച്ച് appears 19 times between the chapters 1 to 3. ശ്രദ്ധിച്ചു കേൾക്കണമേ, ഇതൊരു വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ദൈവത്തിന്റെ സഭ 4-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ എടുക്കപ്പെട്ടു എന്നുള്ളതിന്റെ തെളിവിൽ. ഒന്നാമത്തേത് 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങളിൽ 19 പ്രാവശ്യം ദൈവസഭയെ കുറിച്ച് പറയുന്നുണ്ട്, സഭ എന്ന വാക്ക്, ചർച്ച് എന്നുള്ള വാക്ക്. എന്നാൽ 4-ാം അധ്യായം മുതൽ നാം മുന്നോട്ട് നോക്കുകയാണെങ്കിൽ 4-ാം അധ്യായത്തിന്റെ 22, ശ്രദ്ധിച്ചു നോക്കിക്കേ, the word church or churches is found again in the book of 22 verse 6 to 21. അതായത് 4-ാം അധ്യായം മുതൽ 22-ാമത്തെ അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം വരെ സഭ എന്നൊരു വാക്ക് വെളിപ്പാട് പുസ്തകത്തിൽ കാണാനേ ഇല്ല. ഒരു വലിയ തെളിവാണത്. 1 മുതൽ 3-ാം അധ്യായം വരെ ദൈവത്തിന്റെ സഭയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു, സഭ എന്ന വാക്ക് കാണാൻ പറ്റുന്നു 19 ടൈംസ്. എന്നാൽ 4-ാം അധ്യായം തുടങ്ങി 22-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം വരെ സഭ എന്നൊരു വാക്ക് കാണാനേ ഇല്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവത്തിന്റെ സഭ ഈ മഹോപദ്രവകാലത്തിൽ ഈ ഭൂമിയിൽ ഉണ്ടെങ്കിൽ എത്രയോ പ്രാവശ്യം അവിടെ ഇവിടെ എഴുതേണ്ടതായിരുന്നു, സഭയെ സൂക്ഷിച്ചെന്നോ, സഭയോട് ഇത് സംസാരിച്ചെന്നോ, സഭയിൽ നിന്ന് ഒഴിഞ്ഞു പോയെന്നോ എന്തെങ്കിലുമൊക്കെ പറയാമായിരുന്നല്ലോ. പക്ഷെ സഭ എന്നൊരു വാക്ക് 4-ാം അധ്യായം മുതൽ 22-ാമത്തെ അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം വരെ കാണാനേ ഇല്ല. അത് തെളിവാണ് ദൈവത്തിന്റെ സഭ 4-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ സംഭവിച്ചിരിക്കുന്ന ആഫ്റ്റർ ദീസ് തിങ്സ്, ഇവയൊക്കെ സംഭവിച്ചതിന് ശേഷം എന്ന് പറയുമ്പോൾ ആ സംഭവം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സഭ എടുക്കപ്പെടുക എന്നുള്ളതാണ്. രണ്ടാമത്തേത് നോക്കിക്കഴിഞ്ഞാൽ എ ഡോർ വാസ് ഓപ്പൺ. വളരെ ശ്രദ്ധയോടെ കേൾക്കണം. ഇവിടെ നമ്മൾ വായിക്കുന്നു, സ്വർഗത്തിലൊരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ എ ഡോർ വാസ് ഓപ്പൺ. ഇവിടെ the door is open because the church is raptured to heaven. സ്വർഗം തുറന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സഭ സ്വർഗത്തിലേക്ക് കടക്കുവാൻ തക്കവണ്ണം, ദൈവത്തിന്റെ സഭ സ്വർഗത്തിലായിരിക്കാൻ തക്കവണ്ണം സ്വർഗം തുറന്നു കൊടുത്തുവെന്ന ഈ വെളിപ്പാട് പുസ്തകത്തിൽ 2 മാത്രമേ സ്വർഗം തുറന്നിരിക്കുന്നതായിട്ട് കാണിക്കുന്നുള്ളൂ. ശ്രദ്ധിച്ചു കേൾക്കുക, സ്വർഗം തുറന്നിരിക്കുന്നു എന്നുള്ള എക്സ്പ്രഷൻ വെളിപ്പാട് പുസ്തകത്തിൽ 2 മാത്രമേ കാണുന്നുള്ളൂ. ഒന്ന് നമ്മൾ കണ്ടിരിക്കുന്നത് വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ, ഇവിടെ നമ്മളിപ്പോൾ വായിച്ചത്. പിന്നീട് നമ്മൾ കാണുവാൻ പോകുന്നത് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം. The only other time heaven is open is in Revelation chapter 19 verses 11, when Jesus is coming down to earth. That is the second coming of Christ. 19-ന്റെ 11 മുതൽ വായിച്ചു കഴിഞ്ഞാൽ ആൻഡ് ഐ സോ ഹെവൻ ഓപ്പൺ. ഞാൻ ആ വാക്യം മലയാളത്തിൽ ഒന്ന് വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. കുഞ്ഞുങ്ങള് ഇംഗ്ലീഷിൽ അത് നോക്കണം, കാരണം ഇത് രണ്ടും കൂടെ വായിച്ചു പോകുമ്പോൾ ഒത്തിരി സമയം എടുക്കുന്നതുകൊണ്ട് ഞാൻ വേഴ്സ് മലയാളത്തിൽ മാത്രമേ വായിക്കുന്നുള്ളൂ. 19-ന്റെ 1 ഇതേ വാക്യം തന്നെ സ്വർഗം തുറന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. 19-ന്റെ 11 എഴുതിയിരിക്കുന്നു, അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു, ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി, അതിന്മേലിരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്ന് പേര്. അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. അവന്റെ കണ്ണ് അഗ്നിജ്വാല, തലയിൽ അനേക രാജമുടികൾ, എഴുതിയിട്ടുള്ള ഒരു നാമവും അവനുണ്ട്, അത് അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ. അവൻ രക്തം തെളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു, അവന് ദൈവവചനം എന്ന് പേര് പറയുന്നു. സ്വർഗത്തിലെ സൈന്യം നിർമ്മലവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ച് വെള്ളക്കുതിരപ്പുറത്ത് കയറി അവനെ അനുഗമിച്ചു. താഴേക്ക് വായിച്ചു വരുന്നുണ്ട്.
16-ാമത്തെ വാക്യത്തിൽ പറയുന്നു, രാജാതി രാജാവും കർത്താതി കർത്താവും എന്ന നാമം അവന്റെ ഉടുപ്പിന്മേലും തുടമേലും എഴുതിയിരിക്കുന്നു. അപ്പോൾ സ്വർഗം രണ്ടാമത് തുറക്കുന്നത് ദൈവത്തിന്റെ സഭയെ ചേർത്തുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് രണ്ടാമത്തെ കർത്താവിന്റെ വരവ്, സഭ ഇറങ്ങി വരുന്നതിന് വേണ്ടി ദൈവം സ്വർഗത്തെ തുറക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഇതൊരു എക്സ്പ്രഷനാണ്. സ്വർഗം തുറന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവസഭയെ സ്വർഗത്തിലേക്ക് സ്വീകരിച്ചു എന്നുള്ളത് അവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. മൂന്നാമത്തെ തെളിവെന്ന് പറയുന്നത് ദ സൗണ്ട് ഓഫ് ദ ട്രംപറ്റ്. അവിടെ ഒന്ന് നോക്കിക്കേ, 4-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ കാഹളനാദം പോലെ എന്നോട് സംസാരിച്ച കേട്ട ആദ്യ ശബ്ദം എന്നോട്. അപ്പൊ കാഹളനാദം പോലെ, സൗണ്ട് ഓഫ് എ ട്രംപറ്റ്. ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നു, ആഫ്റ്റർ ദിസ് ഐ ലുക്ക്ഡ് ആൻഡ് ബിഹോൾഡ് എ ഡോർ വാസ് ഓപ്പൺ ഇൻ ഹെവൻ ആൻഡ് ദ ഫസ്റ്റ് വോയിസ് വിച്ച് ഐ ഹേർഡ് വാസ് ഇറ്റ് വെയർ ഓഫ് എ ട്രംപറ്റ് ടോക്കിംഗ് ടു മീ. കാഹള ശബ്ദത്തിനൊത്ത ഒരു ശബ്ദം. The voice of God is like a trumpet, a sound associated with the rapture of the church. ദൈവത്തിന്റെ സഭയെ എടുക്കപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നിടത്ത് ഈ കാഹള ശബ്ദത്തെ കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 51, 52, 53 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് കാഹള ശബ്ദത്തെ കുറിച്ച് അവിടെ കേൾക്കുവാനായിട്ട് കഴിയും. കർത്താവിന്റെ സഭ എടുക്കപ്പെടുമ്പോൾ അവിടെ കാഹളം ധ്വനിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. 51-ാമത്തെ വാക്യത്തിൽ ശ്രദ്ധിച്ച് നോക്കി. 1 കൊരിന്ത്യർ 15-ന്റെ 51 വാക്യത്തില്, ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ. സോ there is a trumpet there. ഒരു കാഹളനാദ ശബ്ദം അവിടെ കേൾക്കും, ഒരു ട്രംപറ്റ് കേൾക്കുന്നുണ്ട് ഒന്നവിടെ. അത് വായിച്ചു വരുമ്പോൾ, ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമിക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും, കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ദിസ് ഈസ് ടോക്കിംഗ് അബൌട്ട് എ റാപ്ചർ. ഹല്ലേലൂയ. ഇത് തന്നെയാണ് തെസ്സലോനിക്ക ലേഖനത്തിലേക്ക് വരുമ്പോൾ, തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായത്തിന്റെ 16 മുതലുള്ള വാക്യങ്ങൾ എഴുതിയിരിക്കുന്നത് വായിച്ചു നോക്കി. കർത്താവ് താൻ ഗംഭീരനാ, 1 Thessalonians chapter 4 verse 16. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കുവാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. പ്രൈസ് ഗോഡ്. ഈ രണ്ടിടത്ത് നമ്മൾ വായിച്ചപ്പോഴും ആ ട്രംപറ്റിനെ കുറിച്ച് നമുക്ക് കേൾക്കുവാനായിട്ട് കഴിയും. അപ്പൊ ഈ 4-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ വീണ്ടും ഈ കാഹളത്തെ കുറിച്ച് പറയുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വിശ്വസിക്കുവാൻ പറ്റും, ദൈവത്തിന്റെ സഭ എടുക്കപ്പെട്ടു എന്നുള്ളത് നമുക്ക് അവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇനി 4-ാമത്തെ ഒരു തെളിവെന്ന് പറയുന്നത് ദി ഇൻവിറ്റേഷൻ ടു കം അപ്പ് ഹിയർ. ഇവിടെ കയറി വരിക എന്നുള്ള ക്ഷണം. ഹല്ലേലൂയ. The only other time in the book of Revelation that God calls from heaven, come up here, concerns the resurrection and the ascension of the two witnesses. നമുക്കറിയാം, വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിൽ 2 സാക്ഷികളെ കുറിച്ച് പറയുന്നുണ്ട്, അല്ലേ? 1260 ദിവസങ്ങൾ ഭൂമിയിൽ പ്രവചിക്കുവാൻ തക്കവണ്ണം ദൈവം അയച്ചിരിക്കുന്ന 2 സാക്ഷികളെ കുറിച്ച് നമ്മൾ വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. ആ 11-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ ഈ വേലയെല്ലാം തികച്ചു കഴിഞ്ഞിട്ട് ഈ സാക്ഷികളായിരിക്കുന്ന ഈ 2 പേരോട് ദൈവം പറയുന്നുണ്ട്, ഇവിടെ കയറി വരിക. നമ്മളത് മനസ്സിലാക്കണമേ. ഇവിടെ കയറി വരിക എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പ്രൈസ് ഗോഡ്. അപ്പൊ ഇവിടെ കയറി വരിക എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് കടക്കുന്നതിനെ കുറിച്ചാണ്, സ്വർഗത്തിലേക്ക് വരുത്തുന്നതിനെ കുറിച്ചാണ് അവിടെ എഴുതിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് കഴിയും. അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ 11-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ, കർത്താവ് വന്നില്ല എങ്കിൽ നമുക്കതിനെക്കുറിച്ച് ഈ സാക്ഷികൾ ആരാണെന്നും എന്തിനു വേണ്ടി അവർ കടന്നു വന്നു എന്നുള്ളതും ഒക്കെ നമുക്ക് അവിടെ വെച്ച് വിശദമായിട്ട് പഠിക്കാവുന്നതാണ് 11-ാം അധ്യായത്തില്. അടുത്ത പോയിന്റ്, 5-ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കർത്താവിന്റെ സഭ എടുക്കപ്പെട്ടു എന്നുള്ളതിന്റെ തെളിവുകളാണ് നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ ദി റിട്ടേൺ ഓഫ് ദ സെയിന്റ്സ് വിത്ത് ദി ചർച്ച്. The church will be raptured to heaven before the tribulation to celebrate the marriage supper of the Lamb for 7 years. എന്തിനാണ് ദൈവത്തിന്റെ സഭ എടുക്കപ്പെടുന്നതെന്ന് ചോദിച്ചാൽ, കുഞ്ഞാടുമായിട്ടുള്ള കല്യാണം. നമുക്കറിയാമല്ലോ കുഞ്ഞാടുമായിട്ടുള്ള കല്യാണത്തെ കുറിച്ച് വെളിപ്പാട് പുസ്തകം 19-ാമത്തെ അധ്യായത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അവിടെ കുഞ്ഞാടുമായിട്ടുള്ള കല്യാണത്തിന് വേണ്ടിയാണ് കാന്തയായ ദൈവസഭയെ സ്വർഗത്തിലേക്ക് കർത്താവ് ക്ഷണിക്കുന്നത്, സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ആ സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? അതിനുശേഷമാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ 6-ാം അധ്യായം മുതൽ മഹാപീഡനം ഈ ഭൂമിയിൽ ആരംഭിക്കുന്നത്. ദൈവത്തെ നിന്ദിച്ചവർ, ദൈവപുത്രനെ
ത്യജിച്ചു കളഞ്ഞവർ, അതുമാത്രമല്ല രക്ഷയെ വേണ്ടെന്ന് പറഞ്ഞ് റിജക്റ്റ് ചെയ്തവർ, ഇവരെല്ലാവരും ആ മഹോപദ്രവ കാലഘട്ടത്തിലൂടെ കടന്നു പോകും. പ്രധാനമായും ഇസ്രയേല് മഹോപദ്രവ കഠിനതയിലൂടെ ഇസ്രയേലും കടന്നു പോകേണ്ടി വരും എന്നുള്ളത് നമുക്ക് മുന്നോട്ടുള്ള ദിവസങ്ങളിൽ പഠിക്കാവുന്നതാണ്. ആഫ്റ്റർ ദ ട്രിബുലേഷൻ the church will return with Christ in his second coming. റെവലേഷൻ 10 ഞാൻ 19-ാമത്തെ അധ്യായത്തിൽ നിന്ന് വായിച്ചു കേൾപ്പിച്ചല്ലോ. സ്വർഗം തുറന്നിരിക്കുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ വായിച്ചു കേട്ടു. അതുപോലെ ഒരു വാക്യം കൂടെ ഞാൻ നിങ്ങളെ വായിക്കാം, കർത്താവിന്റെ വരവിനെ കുറിച്ച്. അതായത് ദൈവത്തിന്റെ സഭ എടുക്കപ്പെട്ടതിന് ശേഷം 7 വർഷം കർത്താവും കാന്തയായ സഭയുമായിട്ടുള്ള കല്യാണം, അതിനുശേഷം 7 വർഷത്തിന് ശേഷം ദൈവത്തിന്റെ സഭയെ കൂട്ടിക്കൊണ്ട് കർത്താവ് രണ്ടാമത്തെ വരവിനെ കുറിച്ച് പറഞ്ഞല്ലോ. അതിനെ സൂചിപ്പിച്ചിരിക്കുന്ന മറ്റൊരു വേദഭാഗം കൂടെ വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് യൂദയുടെ ലേഖനമാണ്, ബുക്ക് ഓഫ് ജൂദ്. യൂദയുടെ ലേഖനത്തില് 15-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ 14 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ആദാം മുതൽ 7-ാമനായ ഹാനോക്ക് ഇവരെ കുറിച്ച്, ഇതാ കർത്താവ് എല്ലാവരെയും വിധിക്കുവാനും അവർ അഭക്തിയോട് ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം, ഭക്തികെട്ട പാപികൾ തന്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തം ഭക്തികെട്ടവരെയൊക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. 1000 വിശുദ്ധന്മാരോടുകൂടെ കർത്താവ് ഭൂമിയിലേക്ക് വരിക എന്ന് പറയുന്നതാണ് സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ, 1000 വിശുദ്ധന്മാരോടുകൂടെ ഈ ഭൂമിയിലേക്ക് വരുന്നതാണ് എടുക്കപ്പെട്ട ദൈവസഭയോട് ചേർന്ന് 7 വർഷത്തിന് ശേഷം കർത്താവ് വരുന്നത്. ആദ്യത്തെ കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയിൽ വിശുദ്ധന്മാരോടുകൂടി അല്ല കർത്താവ് വരുന്നത്, വിശുദ്ധന്മാരെ ചേർക്കുവാനാണ് കർത്താവ് വരുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണമേ, വ്യത്യാസം മനസ്സിലാക്കണം നമ്മൾ. ഹല്ലേലൂയ. നമ്മൾ മുന്നോട്ട് പഠിച്ചു പോവുകയാണ്. ചാപ്റ്റർ 4 വേഴ്സ് 2 വരികയാണ്. അപ്പോൾ 1-ാമത്തെ വാക്യം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു, കാഹളനാദം പോലെ എന്നോട് സംസാരിച്ചു കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിക്കുവാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് കൽപ്പിച്ചു. 2-ാമത്തെ വാക്യം, ഉടനെ ഞാൻ ആത്മവിവശനായി സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണമേ, വാട്ട് ഈസ് ദ കീ വേർഡ് repeated 17 times in Revelation 4 and 5? It is the word throne. ഈ 4-5 അധ്യായങ്ങളിൽ 17 പ്രാവശ്യം സിംഹാസനത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അത് മാത്രമല്ല, ബുക്ക് ഓഫ് റെവലേഷനിൽ, വെളിപ്പാട് പുസ്തകത്തിൽ സിംഹാസനം എന്ന വാക്ക് 39 പ്രാവശ്യം 39 ടൈംസ് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രൈസ് ഗോഡ്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇതിനു മുമ്പ് ഈ അപ്പോസ്തലനായ യോഹന്നാനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, യോഹന്നാനെ പോലെ തന്നെ അപ്പോസ്തലനായ പൗലോസും സ്വർഗം കണ്ട ഒരു വ്യക്തിയാണ്. പക്ഷേ അപ്പോസ്തലനായ പൗലോസിന് താൻ കണ്ടത് എന്താന്ന് മറ്റുള്ളവരോട് പറയുവാൻ തക്കവണ്ണം അനുവാദം ലഭിച്ചിരുന്നില്ല. മനസ്സിലാക്കണമേ. 2 കൊരിന്ത്യർ 12-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിലേക്ക് നമ്മളൊന്ന് വരാം. 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം മുതൽ നമ്മൾ പഠിക്കുമ്പോൾ, ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. ഐ എം റീഡിംഗ് ഫ്രം 2 Corinthians 12 verse 2. ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു, അവൻ 14 സംവത്സരം മുമ്പേ സ്വർഗത്തോളം, 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ശരീരം കൂടാതെയോ ഒന്നും അറിയുന്നില്ല, ദൈവം അറിയുന്നു. ആ മനുഷ്യൻ പറുദീസയോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ ശരീരം കൂടാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ദൈവം അറിയുന്നു. മനുഷ്യൻ ഉച്ചരിപ്പാൻ പാടില്ലാത്തതും പറഞ്ഞുകൂടാത്തതുമായ വാക്കുകളെ അവൻ കേട്ടു എന്ന് ഞാൻ അറിയുന്നു. അപ്പോൾ താൻ കണ്ടതോ താൻ കേട്ടതോ മനുഷ്യന് പറയുവാൻ കഴിയാത്തവണ്ണം, തനിക്ക് അനുവാദം ലഭിച്ചിട്ടില്ല തനിക്ക് അത് പറയുവാൻ തക്കവണ്ണം. താൻ കേട്ട ഭാഷ എന്താണെന്നോ, താൻ എന്താണ് കേട്ടതെന്നോ, താൻ അവിടെ കണ്ടത് എന്താണെന്നോ ഒന്നും തന്നെ ഒരു ലേഖനങ്ങളിലും അപ്പോസ്തലനായ പൗലോസ് എഴുതിയതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. എന്നാൽ ഇവിടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം സ്വർഗം എങ്ങനെയാണ്, സ്വർഗത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് കാണുവാനും എന്നറിയുവാനും തക്കവണ്ണം അപ്പോസ്തലനായ യോഹന്നാനെ ദർശനം കാണിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും.
അവിടെ നമ്മൾ കാണുന്നു ഒരു സിംഹാസനം വെച്ചിരിക്കുന്നത് കാണുവാനായിട്ട് കഴിയുന്നു. അത് മാത്രമല്ല, വാട്ട് ഈസ് അറൌണ്ട് ദ ത്രോൺ, എ റെയിൻബോ അറൌണ്ട് ദ ത്രോൺ, inside like unto emerald, 24 elders clothed in white raiment, and they had on their heads crowns of gold. അതായത് ഒരു 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 സിംഹാസനം വെച്ചിരിക്കുന്നത് നമ്മൾ കണ്ടു. ഞാൻ ആ വാക്യത്തിലേക്ക്, മലയാളത്തിലേക്ക് ഒന്ന് വരട്ടെ. മലയാളം 4-ാമത്തെ അധ്യായത്തിലെ, വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 4-ാമത്തെ അധ്യായത്തിൽ നാം അവിടെ കാണുന്നത്, 4-ാം അധ്യായത്തിന്റെ 2 മുതലുള്ള വാക്യങ്ങൾ, ഒരു സിംഹാസനവും സിംഹാസനത്തിൽ ഒരു ഇരിക്കുന്നത് കണ്ടു. അതുപോലെ തന്നെ ഇരിക്കുന്നവൻ എങ്ങനെയുള്ളവനാണെന്ന് കാണിക്കുന്നു. അവൻ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശൻ. സിംഹാസനത്തിന്റെ ചുറ്റും എന്താണ്? കാഴ്ചയ്ക്ക് മരതകത്തോട് സദൃശ്യമായ ഒരു പച്ചവില്ല്. എന്നിട്ട് സിംഹാസനത്തിന്റെ ചുറ്റിലും 24 സിംഹാസനം, വെള്ളയുടുപ്പ് ധരിച്ചും കൊണ്ട് സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാർ, അവരുടെ തലയിൽ പൊൻകിരീടം. അതുപോലെ തന്നെ സിംഹാസനത്തിൽ നിന്ന് മിന്നലും നാദവും ഇടിമുഴക്കവും പുറപ്പെടുന്നു. ദൈവത്തിന്റെ 7 ആത്മാക്കളായ 7 ദീപങ്ങൾ സിംഹാസനത്തിന് മുമ്പിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കാര്യങ്ങൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. ആ സിംഹാസനത്തിൽ ഇരിക്കുന്നത് ആരാണ്? അത് യേശു കർത്താവല്ല. ഇരിക്കുന്നത് സർവശക്തനായ പിതാവാം ദൈവമാണ്. പ്രൈസ് ഗാഡ്. കാരണം യേശു കർത്താവിനെ പിന്നെ കാണുന്നത് 5-ാം അധ്യായത്തിൽ 5ഉം 6ഉം വാക്യങ്ങളിലാണ് യേശു കർത്താവ് അവിടെ ഉള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. പ്രൈസ് ഗാഡ്. എന്നാൽ അതിനു മുമ്പ് ഈ സിംഹാസനത്തിൽ ഇരിക്കുന്നത് ലോർഡ് ഗോഡ് ഓൾ മൈറ്റി എന്ന് നമുക്ക് അവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അത്യുന്നതനായ ദൈവമാണ് അവിടെ ഇരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. Verse 8, Jesus is only introduced and appears in Revelation chapter 5 verse 5 and 6. ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. 5 verse 5 and 6 നമ്മളത് മുന്നോട്ട് പഠിക്കുന്നുണ്ടെങ്കിലും ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കുകയാണ്. 5-ന്റെ 5 എഴുതിയിരിക്കുന്നു, അപ്പോൾ മൂപ്പന്മാർ ഒരുത്തൻ എന്നോട്, കരയേണ്ട, യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിന്റെ 7 മുദ്രയും തുറക്കുവാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. അതിന് 7 കൊമ്പും സർവ്വഭൂമിയിലേക്കും അയച്ചിരിക്കുന്ന 7 ദൈവാത്മാക്കളായ 7 കണ്ണുമുണ്ട്. യേശു കർത്താവിനെ കുറിച്ചുള്ള പരാമർശമാണ്. അതിന്റെ അർത്ഥങ്ങളൊക്കെ നമുക്ക് ആ കുഞ്ഞാടെന്നൊക്കെ എന്താണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഇതൊക്കെ നമുക്ക് 5-ാം അധ്യായം പഠിക്കുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് വിശദീകരിക്കാം. ഞാനിത് പറഞ്ഞതിന്റെ സാരം ഇതാണ്. ഇവിടെ 4-ാമത്തെ അധ്യായത്തിൽ സിംഹാസനത്തിൽ ഇരിക്കുന്നു എന്ന് പറയുന്നത് യേശു കർത്താവ് അല്ല അവിടെ ഇരിക്കുന്നത്. അവിടെ ഇരിക്കുന്നത് ഓൾമൈറ്റി ഗോഡ്, അത്യുന്നതനായ പിതാവായ ദൈവമാണ് അവിടെ ഇരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഈ സിംഹാസനത്തെ കുറിച്ച് പറയുമ്പോൾ വാട്ട് ഡസ് എ ത്രോൺ സിംബലൈസ്? ഈ സിംഹാസനം എന്ന് പറയുന്നത് എന്തിനെ കാണിക്കുന്നു? എ ത്രോൺ ഈസ് എ സിംബൽ ഓഫ് സീറ്റ് ഓഫ് പവർ, അതോറിറ്റി, റൂൾ ആൻഡ് ഡൊമിനിയൻ. അതായത് സകല വാഴ്ചകളുടെയും സകല അധികാരങ്ങളുടെയും സകല ശക്തിയുടെയും സകല പ്രതാപത്തെയും നമുക്ക് ഈ സിംഹാസനത്തിൽ കാണുവാനായിട്ട് കഴിയും. സർവശക്തനായ ദൈവം തന്റെ സകല മഹത്വത്തോടും കൂടെ അവിടെ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവവചനത്തിൽ ഉടനീളം ബുക്ക് ഓഫ് റെവലേഷനിൽ നമ്മൾ ഈ ത്രോണിനെ കുറിച്ച് പഠിക്കുന്നതായിട്ട് ഞാൻ പറഞ്ഞല്ലോ. 39 ടൈംസ് ഈ ത്രോണിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് മാത്രമല്ല, ഈ ത്രോൺ എന്നുള്ളതാണ് ഇനി മുമ്പോട്ട് 4-ാം അധ്യായം മുതൽ മുന്നോട്ട് പോകുമ്പോഴുള്ള കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത്. സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് സർവശക്തനായ ദൈവമാണ് സകലത്തെ നിയന്ത്രിക്കാൻ പോകുന്നത്. മുമ്പ് ഞാൻ പറഞ്ഞല്ലോ സഹോദരങ്ങളെ, ദൈവത്തിന്റെ സഭ ഇപ്പോൾ കടന്നു പോകുന്ന കഷ്ടങ്ങൾ എന്ന് പറയുന്നത് ദൈവത്തിന്റെ കൈകളാൽ നൽകപ്പെട്ട കഷ്ടങ്ങളല്ല, പിന്നെയോ പിശാച് മനുഷ്യനെ ഉപയോഗിച്ച് ദൈവത്തിന്റെ സഭയെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ 6-ാം അധ്യായം മുതലുള്ള കഷ്ടങ്ങൾ എന്ന് പറയുന്നത് അതിനെ മഹോപദ്രവകാലം എന്ന് പറയും. 7 വർഷത്തിന്റെ കാലഘട്ടമാണത്. അതിന്റെ പിന്നിൽ മനുഷ്യനല്ല പ്രവർത്തിക്കുന്നത്, അതിന്റെ പിന്നിൽ പിശാചല്ല പ്രവർത്തിക്കുന്നത്. അത് അത്യുന്നതനായ ദൈവം തന്റെ ദൂതന്മാരെ അയച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ്. പ്രൈസ് ഗോഡ്. The throne is the center. ദൈവവചനത്തിന് ഞാൻ ജസ്റ്റ് ഈ നോട്ട് എഴുതുന്നവരൊക്കെ ഉണ്ട്, അവർക്കൊക്കെ വേണ്ടി ഒരു റെഫറൻസിന് വേണ്ടി പറയുകയാണ്. ഈ ത്രോണിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന റെഫറൻസസ് റെവലേഷൻ 1-ന്റെ 4-ലുണ്ട്, 3-ന്റെ 21-ലുണ്ട്, 4-ന്റെ 10-ലുണ്ട്, 5-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിലുണ്ട്, 7-ാമത്തെ വാക്യത്തിലുണ്ട്, 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിലുണ്ട്, 6-ാം അധ്യായത്തിൽ 16-ാമത്തെ വാക്യത്തിലുണ്ട്, 9-ാം അധ്യായത്തിൽ 17-ാമത്തെ വാക്യത്തിലുണ്ട്, 8-ാം അധ്യായത്തിൽ 3-ാമത്തെ വാക്യമുണ്ട്, 12-ാം അധ്യായത്തിൽ 5-ാമത്തെ വാക്യമുണ്ട്, 14-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളുണ്ട്, 16-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം, 19-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങൾ,
21 അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം, 22 അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. അവിടെയെല്ലാം സ്വർഗസിംഹാസനത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെ താഴേക്ക് വായിച്ചു വരുമ്പോൾ അത് മാത്രമല്ല, അത്യുന്നതനായ ദൈവം ഇരിക്കുന്നതിനെ കുറിച്ച് വേറൊരു ദർശനം പഴയ നിയമത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. സിംഹാസനത്തെ കുറിച്ച് പറയുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ, ഇൻ ദ ഇയർ ഓഫ് കിങ് ഊസിയ died, I saw also the Lord sitting upon a throne, high and lifted up, and his train filled the temple. അവിടെ ഉയർന്നും പൊങ്ങിയുമുള്ള ഒരു സിംഹാസനത്തിൽ നമ്മുടെ കർത്താവ് ഇരിക്കുന്നതായിട്ട് ഊസിയാവ് മരിച്ച ആണ്ടില് യെശയ്യാവ് കാണുന്ന ഒരു ദർശനത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അവിടെയും ആ സിംഹാസനത്തിൽ അത്യുന്നതനായ ദൈവം, സർവശക്തനായ ദൈവം ഇരിക്കുന്നതായിട്ട്, ഉപവിഷ്ടനായിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. പിന്നെ ഇവിടെ നമ്മുടെ കർത്താവിനെ കുറിച്ച് വർണ്ണിച്ചിരിക്കുന്നത് നോക്കിയേ, ഇരിക്കുന്നവൻ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശ്യമാണ് കാണിക്കുന്നത്. അല്ലാതെ ശ്രദ്ധിക്കണമേ, ചിലർ പറയാറുണ്ട് ഇതിനെ ഈ ഇരിക്കുന്ന ആളിനെ ഉണ്ടാക്കിയിരിക്കുന്നത് സൂര്യകാന്തം കൊണ്ടാണ്. അങ്ങനല്ല. വളരെ ശ്രദ്ധയോടെ ഇത് വായിക്കണം നമ്മൾ. ചിലർ പറഞ്ഞിരിക്കുന്നത്, ചിലർ ഇതിനെ വ്യാഖ്യാനിച്ച് പറയുന്നത് വെച്ചാൽ ഈ സിംഹാസനത്തിൽ ഇരിക്കുന്നവനെ ഉണ്ടാക്കിയിരിക്കുന്നത് സൂര്യകാന്തവും പത്മരാഗവും പല രത്നങ്ങളും വർണ്ണങ്ങളും. അങ്ങനല്ല. അവിടെ വായിക്കുന്നത് സദൃശ്യമെന്ന, ആ നിറത്തോട്, ആ ശോഭയോട് സദൃശ്യമെന്ന. മനുഷ്യന്റെ കണ്ണുകൾക്കൊന്നും ഈ ശോഭയൊന്നും കാണാൻ പറ്റത്തില്ല. നമുക്ക് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കാണാൻ പറ്റും, നമുക്ക് ഇതൊക്കെ കാണാൻ പറ്റും. ഈ വായിച്ചറിഞ്ഞിരിക്കുന്ന അറിവുകളൊക്കെ നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ അവിടെ കാണുവാനായിട്ട് പറ്റും. പ്രൈസ് ഗാഡ്. അവിടെ എഴുതിയിരിക്കുന്നു, ഇരിക്കുന്നവൻ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശൻ, സിംഹാസനത്തിന് ചുറ്റും കാഴ്ചയ്ക്ക് മരതകത്തോട് സദൃശമായ ഒരു പച്ചവില്ല. അവിടെ റെയിൻബോയെ കുറിച്ച് പറയുന്നു. ഈ റെയിൻബോ എന്ന് പറയുന്ന നോഹായ് കവനന്റ്, നോഹയോട് കൊടുത്ത ദൈവത്തിന്റെ വാഗ്ദത്വമാണ്. ഇനിയും മഴ കൊണ്ട് ഭൂമിയെ നശിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് അതിന് തെളിവായിട്ട് ദൈവം ഒരു മഴവില്ല് സ്ഥാപിച്ചു, അല്ലേ? ഒരു മഴവില്ല്. ഈ മഴവില്ല് കാണുമ്പോഴൊക്കെയും ഞാൻ മനുഷ്യനോട് ചെയ്തിരിക്കുന്ന ഉടമ്പടിയെ ഓർക്കണം. ഞാൻ ചെയ്യാറുണ്ട്. ഞാൻ ഈ വണ്ടിയിലൊക്കെ പോകുമ്പോഴൊക്കെ മഴവില്ല് കാണുന്നുണ്ടെങ്കിൽ ഞാൻ കർത്താവേ സ്തോത്രം എന്ന് പറഞ്ഞ് കർത്താവിനെ സ്തുതിക്കാറുണ്ട്. കാരണം കർത്താവിന്റെ വചനത്തിൽ പറഞ്ഞതാണ്, മഴവില്ല് കാണുമ്പോൾ ഞാൻ മനുഷ്യനോട് കാണിച്ച കരുണയെ നിങ്ങൾ ഓർക്കണം. ഓ ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ഒരു മഴവില്ല് കർത്താവിന്റെ സിംഹാസനത്തിന് ചുറ്റുമായിട്ട്, അതിന്റെ പുറകിലായിട്ട് നമുക്ക് കാണുവാനായിട്ട്, എമറാൾഡ് പോലെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പിന്നെ വേറൊരു സിഗ്നിഫിക്കൻസ് ഉണ്ട്. നമ്മൾ മനസ്സിലാക്കണമേ, ഈ ഭൂമിയിൽ ദൈവം കൽപ്പിച്ചിരിക്കുന്നതൊക്കെയും, ഭൂമിയിലെ സമാഗമന കൂടാരമായിക്കൊള്ളട്ടെ, ദൈവത്തിന്റെ ആലയമായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ മഹാപുരോഹിതന്മാരുടെ വസ്ത്രമായിക്കൊള്ളട്ടെ, വസ്ത്രധാരണ രീതികളായിക്കൊള്ളട്ടെ, ഇതൊക്കെ ഈ ഭൂമിയിൽ ഒരു ഷാഡോ ആണെങ്കിലും ഇതിന്റെ ഒറിജിനൽ സ്വർഗത്തിലുണ്ട്. മനസ്സിലാക്കേണ്ടത് അതാണ്. ഹല്ലേലൂയ, സ്തോത്രം. കാരണം സ്വർഗത്തിലുള്ളതിന്റെ പ്രതിബിംബമാണ് ഇതൊക്കെയും ഭൂമിയിലെന്ന് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ എബ്രായ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. പ്രൈസ് ഗാഡ്. അപ്പൊ ഈ മരതകമെന്നും അല്ലെങ്കിൽ ഈ പത്മരാഗമെന്നും അതുപോലെ ഈ രത്നങ്ങളുടെയും ഒക്കെ വില കൂടിയ കല്ലുകളെയൊക്കെ കാണിക്കുമ്പോൾ ഇത് തന്നെയാണ് നമുക്കറിയാം. എക്സോദസ് ചാപ്റ്റർ 28 വരുമ്പോൾ, പുറപ്പാട് പുസ്തകം 28-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, ഈ പുരോഹിതന്മാർ ഇട്ടിരിക്കുന്ന വേഷത്തിൽ കല്ലുകൾ വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതൊക്കെയും ഈ ദൈവമഹത്വത്തെ കാണിക്കുക. ദൈവത്തിന്റെ അഭിഷക്തനാണെന്നും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്നും ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ ഉണ്ട് എന്നും ദൈവത്തിനും ജനത്തിന്റെ മധ്യത്തിൽ അവൻ നിൽക്കേണ്ടവനാണെന്നും ദൈവത്തിന്റെ ശബ്ദം ജനത്തെ കേൾപ്പിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തിയാണെന്നും ഉള്ളതിന്റെ ഒക്കെ ആയിട്ട് ഉള്ള ആ അർത്ഥമാണ് അതിലൊക്കെയും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. കാരണം 28:17 പുറപ്പാട് പുസ്തകം 28:17 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, and thou shalt set in setting stones, even 4 rows of stones. The first row shall be sardius, topaz and carbuncle, അല്ലെങ്കിൽ rubies. അങ്ങനെ പറഞ്ഞു ഓരോന്ന് 28 മുതൽ 28-ാം അധ്യായത്തിന്റെ 17, 18, 19, 20, 21 വാക്യങ്ങളിലൊക്കെ മഹാപുരോഹിതന്റെ വേഷവിധാനങ്ങളും ആ വേഷത്തിൽ വെച്ചിരിക്കുന്ന കല്ലുകളൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ മഹത്വത്തെ ഇവിടെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് കാണുമ്പോൾ അതേ മഹത്വത്തിന്റെ പ്രതിബിംബമായി ഈ ഭൂമിയിൽ താൻ ആക്കിയിരിക്കുന്ന പുരോഹിതന്മാരുടെ വേഷവിധാനത്തിൽ ആ മഹത്വത്തിന്റെ ഒരു ചെറിയ അംശം മനുഷ്യന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ദൈവം എത്ര വലിയവനാണെന്ന് കാണിക്കുവാൻ തക്കവണ്ണം. പ്രൈസ് ഗോഡ്. ഇനി ഒരു പ്രധാനപ്പെട്ട വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് എന്തെന്ന് ചോദിച്ചാൽ, അടുത്ത വാക്യം ശ്രദ്ധിച്ചേ നിങ്ങളെ സഹോദരങ്ങളെ. സിംഹാസനത്തിന്റെ ചുറ്റും 24 സിംഹാസനം, വെള്ളയുടുപ്പ് ധരിച്ചും കൊണ്ട് സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാർ, അവരുടെ തലയിൽ പൊൻകിരീടം. നമ്മൾ വളരെ ശ്രദ്ധയോടെ നോക്കണമേ. The number 24 is a very significant the book of Revelation.
We see this number occurring constantly in the book of Revelation. വെളിപ്പാട് പുസ്തകത്തിലേക്ക് നോക്കുമ്പോൾ ഈ 24 എന്നുള്ളത് ആവർത്തിച്ച് വെളിപ്പെട്ടിരിക്കുന്നത്, അപ്പിയർ ചെയ്തിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. Why 24 elders and who are they? ഈ 24 എന്ന് പറയുന്നത് എന്താണ്? അല്ലെങ്കിൽ ആരാണ് ഈ 24 മൂപ്പന്മാരെന്ന് പറയുന്നവര്? അതിന് പല തിയറീസ് ഉണ്ട്, പല വ്യൂസ് ഉണ്ട്, പലരും പല രീതിയിൽ പറയുന്നുണ്ട്. കാരണം 1 ദിനവൃത്താന്തം 24 അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ, അതായത് ഫസ്റ്റ് ക്രോണിക്കിൾസ് ചാപ്റ്റർ 24 വേഴ്സ് 1 to 9 നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഇസ്രയേലിൽ തിരഞ്ഞെടുക്കപ്പെട്ട 24 മൂപ്പന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. ചിലർ പറയുന്നുണ്ട് ഇസ്രയേലിൽ തിരഞ്ഞെടുക്കപ്പെട്ട 24 മൂപ്പന്മാരാണിത്. ആരാ ഇത് പറയുന്നതെന്ന് ചോദിച്ചാൽ പോസ്റ്റ് ട്രിബുലേഷൻ വിശ്വസിക്കുന്നവരാ പറയുന്നത്. കാരണം ദൈവസഭ അവിടെ എടുക്കപ്പെട്ടില്ല. ഇപ്പൊ അവിടെയുള്ള ഈ മൂപ്പന്മാരെന്ന് പറയുന്നത് പഴയ നിയമത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട 24 മൂപ്പന്മാരെന്നാണ് അവര് വാദിക്കുന്നത്. എന്നാൽ പ്രീ ട്രിബുലേഷൻ, അതായത് മഹോപദ്രവ കാലത്തിന് മുമ്പ് തന്നെ ദൈവത്തിന്റെ സഭ എടുക്കപ്പെടുമെന്ന് നാം വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ വിശ്വസിക്കുന്നവർ പറയുന്നത് എന്തെന്ന് ചോദിച്ചാൽ ഈ 24 മൂപ്പന്മാരെന്ന് പറയുന്നത് 12 പേര് പഴയ നിയമത്തിലെ 12 ഗോത്രങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നവരാണ്. ദ നെയിംസ് ഓഫ് ദ 12 സൺസ് അല്ലെങ്കിൽ 12 ട്രൈബ്സ് ഓഫ് ഇസ്രായേൽ ആൻഡ് ദ 12 അപ്പോസ്റ്റൽസ് ആർ റിട്ടൺ ഓൺ ദി ഹോളി സിറ്റി ഓഫ് ദി ന്യൂ ജെറുസലേം ഇൻ റെവലേഷൻ ചാപ്റ്റർ 21 10 മുതൽ 14 വരെയുള്ള വാക്കുകൾ ഞാൻ അതൊന്ന് വായിച്ച് നിങ്ങളെ കേൾപ്പിക്കാം സഹോദരങ്ങളെ. റെവലേഷൻ, ബുക്ക് ഓഫ് റെവലേഷൻ. ആർക്കെങ്കിലും ഇത് ഒത്തിരി ബോറടിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ? ടൂ മച്ച് ആയിട്ട് തോന്നുന്നുണ്ടോ? ഇതൊന്നുകൂടെ നിങ്ങളൊന്ന് കേട്ടാൽ മതി. എനിക്ക് കിട്ടിയ കൃപയിലാണ് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ ഈ വീഡിയോ കേൾക്കണമെന്ന് താഴ്മയായിട്ട് അപേക്ഷിക്കുക. 21 അധ്യായം, വെളിപ്പാട് പുസ്തകം 21 അധ്യായത്തിന്റെ 10 മുതലുള്ള വാക്യങ്ങളൊന്ന് നോക്കി. അവൻ എന്നെ ആത്മവിവശതയിൽ ഉയർന്നൊരു വൻമലയിൽ കൊണ്ടുപോയി യെരുശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ദൈവ തേജസ്സുള്ളതായി ഇറങ്ങുന്നത് കാണിച്ചു തന്നു. അതിന്റെ ജ്യോതിസ് ഏറ്റവും വിലയേറിയ രത്നത്തിന് തുല്യമായി സ്ഫടിക സ്വച്ഛതയുള്ള സൂര്യകാന്തം പോലെയായിരുന്നു. അതിന് പൊക്കമുള്ള വൻമതിലും 12 ഗോപുരവും ഗോപുരങ്ങളിൽ 12 ദൂതന്മാരുമുണ്ട്. ഇസ്രായേൽ മക്കളുടെ 12 ഗോത്രങ്ങളുടെ പേരും കൊത്തിയിട്ടുമുണ്ട്. കിഴക്ക് 3 ഗോപുരം, വടക്ക് 3 ഗോപുരം, തെക്ക് 3 ഗോപുരം, പടിഞ്ഞാറ് 3 ഗോപുരം. അടുത്ത വാക്യം കേട്ടെ. നഗരത്തിന്റെ മതിലിന് 12 അടിസ്ഥാനവും അതിൽ കുഞ്ഞാടിന്റെ 12 അപ്പോസ്തലന്മാരുടെ 12 പേരുമുണ്ട്. ഇവിടെ നമുക്ക് രണ്ടും കാണാൻ പറ്റും. എന്താണെന്നറിയാമോ? ഇസ്രായേൽ ഗോത്രം 12ന്റെ പേര്, അതുപോലെ അപ്പോസ്തലന്മാർ 12ന്റെ പേര്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ കാണുന്നത് ഇതാണ്. ഈ പുതിയ സ്വർഗത്തിൽ കാണുന്നത് പുതിയ നിയമസഭയും പഴയ നിയമസഭയും ഒന്നിച്ചു നിൽക്കുന്ന രംഗം അവിടെ കാണുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സഭ, ഹല്ലേലൂയ, കർത്താവിന്റെ മുമ്പിൽ, ഹല്ലേലൂയ, സഭയുടെ എൽഡേഴ്സ് ആയിരിക്കുന്ന പഴയ നിയമസഭയെ പ്രതിനിധാനം ചെയ്യുന്ന 12 ട്രൈബ്സിലെ 12 സൺസ്, 12 ഗോത്രങ്ങളും തെരഞ്ഞെടുക്കപ്പെട്ടവരെ പ്രതിനിധാനം ചെയ്യുന്ന 12 മൂപ്പന്മാരും പുതിയ നിയമസഭയെ പ്രതിനിധാനം ചെയ്യുന്ന 12 അപ്പോസ്തലന്മാരും. അങ്ങനെയാണ് 12, 12, 24. ചിലരിത് പറയുന്നുണ്ട് ഇത് ആത്മാക്കളെ കുറിച്ചാണ് പറയുന്നതെന്ന്. ഇത് ആത്മാക്കളല്ല, റെഡീംഡ് മെൻ, വീണ്ടെടുക്കപ്പെട്ട ദൈവജനമാണെന്നുള്ളതിന്റെ തെളിവാണ് ഇനി അടുത്ത ചില മിനിറ്റുകളിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്. അല്ലാതെ ഇത് അവിടുത്തെ ആത്മാവൊന്നുമല്ല. 24 മൂപ്പന്മാരെന്ന് പറയുന്നത് അലിഗോറിക്കലാണ്, ആക്ഷരികമായിട്ട് എഴുതി വെച്ചിരിക്കുന്നതാണ്. ചിലതിന്റെ പ്രതിബിംബമാണ്, ചിലതിന്റെ മർമ്മങ്ങളാണെന്നൊക്കെ പറഞ്ഞ് വ്യാഖ്യാനിക്കുന്നവരുണ്ട്. അതല്ല, ഇത് മർമ്മമൊന്നുമല്ല, ഇത് ലിറ്ററലാണ്. ഇത് എക്സാക്ട്ലി 24 വ്യക്തികളാണ് എന്നുള്ളതാണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ശ്രദ്ധിച്ചു കേൾക്കുക. So the 24 elders represent Israel and the church, both God's people, which God would one day bring together as one flock under one shepherd, the Lord Jesus Christ. അത്യുന്നതനായ സകലത്തിനും വലിയവനായ ഇടയനായ യേശുക്രിസ്തുവിന്റെ കൈകൾക്ക് കീഴെ പഴയ നിയമത്തിലെ ആടുകളെയും പുതിയ നിയമത്തിലെ ആടുകളെയും കർത്താവ് ഒരുപോലെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ പിക്ചറാണ്, എന്നുള്ളതിന്റെ പടമാണ് ആ 24 മൂപ്പന്മാരെ നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. കാരണം എന്തെന്ന് ചോദിച്ചാൽ 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, പിന്നെ 7-ാം അധ്യായത്തിലേക്കൊക്കെ വരുമ്പോൾ ഈ മൂപ്പന്മാർ തങ്ങളുടെ കിരീടങ്ങൾ കുഞ്ഞാടിന്റെ കാൽക്കൽ വെക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. സർവശക്തനായ, ഹല്ലേലൂയ,
ഹല്ലേലൂയ. അത്യുന്നതനായ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ മുമ്പില് പഴയ നിയമസഭയും പുതിയ നിയമസഭയും ഒരുപോലെ കുമ്പിടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രൈസ് ഗോഡ്. അപ്പോൾ these elders represent the raptured saints both of the Old and the New Testament saints. Hallelujah. പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും വിശുദ്ധന്മാരാണ്, റാപ്ചേർഡ് ആയിരിക്കുന്ന വിശുദ്ധന്മാരാണ് അവിടെ ഇരിക്കുന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഗ്രീക്ക് വേർഡ് ഫോർ എൽഡർ ഈസ് പ്രൊസ്ബിറ്ററോസ്. പ്രൊസ്ബിറ്ററോസ് എന്ന് പറയുന്ന വേർഡാണ് എൽഡേഴ്സ് എന്ന വാക്കിന് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വേർഡ്. അത് ഇൻ ദ സ്ക്രിപ്ചേഴ്സ് ഇറ്റ് ഈസ് നെവർ യൂസ്ഡ് ടു റെഫർ ടു ഏഞ്ചൽസ്. ദൈവത്തിന്റെ ദൂതന്മാരെ കുറിച്ച് പറയുവാൻ ഈ വാക്ക് ഒരിടത്തും ബുക്ക് ഓഫ് റെവലേഷൻ ഉപയോഗിച്ചിട്ടില്ല. ദൂതന്മാരെന്ന് പറയുന്ന വാക്കിന് വേറെ വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് യഥാർത്ഥ ഇടയന്മാര് അല്ലെങ്കിൽ മൂപ്പന്മാര്, മനുഷ്യരായിരിക്കുന്നവരെ അല്ലെങ്കിൽ ദൂതന്മാരെ കുറിച്ച് പറയുവാൻ തക്കവണ്ണമാണ്, എൽഡർ എന്ന് പറയുവാൻ തക്കവണ്ണമാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ തെളിവുകളെ കുറിച്ചാണ് പറയുന്നത്. രണ്ടാമത്തത്, ജീസസ് പ്രോമിസ്ഡ് ക്രൗൺസ് ടു ബിലീവേഴ്സ് ഹു ആർ ഓവർകമേഴ്സ്. ജയിക്കുന്നവന് കർത്താവ് കിരീടം വാഗ്ദത്തം ചെയ്തതായിട്ട് നമുക്ക് 7 സഭകൾക്കുള്ള ദൂതുകളിലൊക്കെ കാണാൻ പറ്റും. ജയിക്കുന്നവന് ഞാൻ കിരീടം കൊടുക്കുമെന്ന്. അപ്പോൾ ഇവിടെ നോക്കിയാൽ 24 മൂപ്പന്മാരുടെ തലയിലും എന്തുണ്ടെന്നറിയാമോ? കിരീടങ്ങളുണ്ട്. അപ്പോൾ അത് ആത്മാക്കളല്ല. ആത്മാവാണെങ്കിൽ തലേ കിരീടം വെച്ചുകൊണ്ടിരിക്കത്തില്ല. ശ്രദ്ധിച്ച് കേൾക്കണമേ. ആത്മാവാണെങ്കിൽ തലേ കിരീടം വെച്ചുകൊണ്ടിരിക്കത്തില്ല. ദൂതനാണെങ്കിലും തലേ കിരീടം വെച്ചുകൊണ്ടിരിക്കുകയില്ല. അത് ഡിയാഡമല്ല, സ്റ്റെഫനോസ് ആണ്. ഡിയഡം എന്ന് പറയുന്ന കിരീടമുണ്ട്, സ്റ്റെഫനസ് എന്ന് പറയുന്ന കിരീടമുണ്ട്. ഈ സ്റ്റെഫനസ് എന്ന് പറയുന്ന കിരീടം എന്ന് പറയുന്നത് ഏണ്ട് വണ്ണാണ്. അതായത് അവരവരുടെ ജീവിതം കൊണ്ട് നേടിയതാണ്. ഡേഡം എന്ന് പറയുന്നത് ഇൻഹെറിറ്റഡ് ആണ്. അതായത് ഒരു രാജാവിന്റെ മകനായി ഒരുവൻ ജനിച്ചിട്ട് അവന് രാജാവകാശം പിന്നീട് കിട്ടുമ്പോൾ അവന് കൈമാറി വരുന്ന കിരീടത്തിന് പറയുന്നതാണ് ഡിയഡം. ഇവിടെ ഈ 24 മൂപ്പന്മാർക്ക് കൈമാറി വന്ന കിരീടമല്ല, പിന്നെയോ കർത്താവിന് വേണ്ടി അവർ ജീവിച്ചിട്ട് കർത്താവിന്റെ കൈകളിൽ നിന്ന് അവർക്ക് ലഭിച്ച കിരീടമാണ്. അത് സ്റ്റെഫനോസ് ആണ്. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ വചനത്തിൽ വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന വാക്യങ്ങളും അല്ലാതെ സുവിശേഷങ്ങൾ എഴുതിയിരിക്കുന്ന വാക്യങ്ങളും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. വെളിപ്പാട് പുസ്തകം 2:10, വെളിപ്പാട് പുസ്തകം 3:21, വെളിപ്പാട് പുസ്തകം 20:4, മത്തായിയുടെ സുവിശേഷം 19:28, 1 കൊരിന്ത്യർ 9 അധ്യായം 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ, 1 തീമോത്തി 4:9, അവിടെയൊക്കെയും എഴുതിയിരിക്കുന്നത് ജയിക്കുന്നവർക്ക് ലഭിക്കുന്ന കിരീടങ്ങളെ കുറിച്ച്. അപ്പോൾ ഒരു കാര്യം ഇവിടെ മനസ്സിലായി, ഇവർ ജയിച്ചവരായതുകൊണ്ട് കർത്താവ് അവർക്ക് കിരീടം കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഈ ഇരിക്കുന്നത് ആത്മാക്കളല്ല, ഈ ഇരിക്കുന്ന ദൂതന്മാരുമല്ല. They were redeemed saints of God. അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ they wore a white garment which is used only in revelation of Christ and a promise to overcoming saints. അവർ വെള്ള നിലയങ്കി ധരിച്ചതായിട്ട് പറയുന്നുണ്ട്. ദൂതന്മാർ ഒരിക്കലും വെള്ള നിലയങ്കി ധരിച്ചുകൊണ്ടിരിക്കത്തില്ല. ദൂതന്മാർ അല്ലെങ്കിൽ ആത്മാക്കൾ ഒരിക്കലും വെള്ള നിലയങ്കി അല്ല ധരിക്കുന്നത്. ഇവിടെ കർത്താവിന്റെ കരങ്ങളാൽ അവർക്ക് ലഭിച്ചിരിക്കുന്ന നിലയങ്കിയാണ്. 3-ാമത്തെ വെളിപ്പാട് പുസ്തകത്തിന്റെ 3:5, 18:6, 11:7, 9 വാക്യങ്ങൾ, 13-ാം അധ്യായത്തിൽ 11-ാം അധ്യായത്തിന്റെ ഞാൻ ഒന്നുകൂടെ വായിക്കാം. വെളിപ്പാട് പുസ്തകം 3:5, 18:6, 11-ാം അധ്യായം 7, 9, 13 വാക്യങ്ങൾ, 15-ാം അധ്യായം 6-ാമത്തെ വാക്യം, 19:8, 14-ാമത്തെ 8, 14 ഈ വാക്യങ്ങൾ. ഇതെല്ലാം എഴുതിയിരിക്കുന്നത് ഈ ഗാർമെന്റിനെ കുറിച്ചാണ്. അതായത് വെള്ള നിലയങ്കിയെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. അതും ജയിക്കുന്നവർക്ക് കർത്താവ് കൊടുക്കുന്നതെന്നാണ് വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് അവർ പ്രാപിച്ചതാണ്, കർത്താവിൽ നിന്ന് പ്രാപിച്ചതാണ്. ഇനി അടുത്ത പോയിന്റ് എഴുതിയിരിക്കുന്നത് ഇവര് റെഡീംഡ് സെയിൻസ് ആണ്. അതല്ലെങ്കിൽ കർത്താവിന്റെ കരങ്ങളാൽ അല്ലെങ്കിൽ കർത്താവ് അവരെ വിടുവിച്ചിട്ട് അവരെ റാപ്ചർ ആയിരിക്കുന്ന ദൈവത്തിന്റെ സഭയോട് ചേർന്ന് ഉയർത്തെഴുന്നേറ്റവരായിരിക്കുന്ന സെയിൻസ് ആണെന്നുള്ളതിന്റെ അടുത്ത തെളിവ് ശ്രദ്ധിച്ചു നോക്കുക. സിൻസ് വൺ ഓഫ് ദി എൽഡേഴ്സ് ഹു വാസ് ടോക്കിംഗ് ടു ജോൺ ഈസ് എ പേഴ്സൺ, then by inference all the remaining elders must be redeemed man. ഇവിടെ നമുക്കറിയാം ഈ മൂപ്പന്മാരിൽ ഒരാളെ യോഹന്നാനോട് സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അത് മാത്രമല്ല, താഴേക്ക് വായിച്ചു വരുമ്പോൾ ഞാനൊരു വാക്യം നിങ്ങളെ വായിച്ചു കേൾപ്പിക്കട്ടെ. 5-ാമത്തെ അധ്യായത്തില് 8 മുതലുള്ള വാക്യങ്ങൾ നോക്കി. 5-ാമത്തെ അധ്യായം വെളിപ്പാട് പുസ്തകം 5-ാമത്തെ അധ്യായത്തില് 8 മുതലുള്ള വാക്യങ്ങൾ നോക്കി.
വാങ്ങിയപ്പോൾ 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ മുമ്പാകെ വീണു. ഈ 24 മൂപ്പന്മാർ കുഞ്ഞാടിന്റെ മുമ്പാകെ വീണു, അതായത് കർത്താവായ ക്രിസ്തുവിന്റെ മുമ്പാകെ വീണു. എന്നിട്ട് നോക്കിയേ, നിങ്ങൾ വായിച്ച എങ്ങനെയാ എന്താ അവർ പറയുന്നതെന്ന് നോക്കിയേ. പുസ്തകം വാങ്ങുവാനും അതിനെ മുദ്ര പൊട്ടിക്കുവാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പാട്ട് അവർ പാടുന്നു. സി, കർത്താവിന്റെ രക്തത്താൽ അവർ വീണ്ടെടുക്കപ്പെട്ടത് കൊണ്ട്, പിതാവിന് രാജാവും രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തത് ക്രിസ്തുയേശുവിന്റെ മരണത്താലാണെന്ന് നമുക്കവിടെ അവർ പാടുന്നതായിട്ട് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ ഒന്ന് നമുക്ക് മനസ്സിലാകും. ആ 5:10 വായിച്ചാൽ, ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു, അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു. ഈ 24 മൂപ്പന്മാർ ചേർന്ന് അവർ പാടുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവരെ കർത്താവ് വീണ്ടെടുത്തതിനെ കുറിച്ച്, കർത്താവ് അവർക്ക് വേണ്ടി രക്തം ഒഴുക്കിയതിനെ കുറിച്ച്, കർത്താവ് അവരെ വിടുവിച്ചതിനെ കുറിച്ച് ഒരു പുതിയ പാട്ട് അവർ പാടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. സഹോദരങ്ങളെ, ഇത് കാണിക്കുന്നത് 24 മൂപ്പന്മാരെന്ന് പറഞ്ഞത് they were the raptured redeemed saints of God. ഹല്ലേലൂയ. കർത്താവ് തിരഞ്ഞെടുത്ത, കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട, കർത്താവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട ഹല്ലേലൂയ ദൈവത്തിന്റെ സഭയെ കാണിക്കുന്നതാണ്. 12 പഴയ നിയമസഭയെ പ്രതിനിധാനം ചെയ്യുന്ന 12 ഗോത്രപിതാക്കന്മാര്, പുതിയ നിയമസഭയെ പ്രതിനിധാനം ചെയ്യുന്ന 12 അപ്പോസ്തലന്മാര്. ഞാനിപ്പോ പറഞ്ഞ ഈ വാക്യങ്ങളിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. 4-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിലേക്ക് വരാം. 4:5 അതോടെ പറഞ്ഞ് നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. സിംഹാസനത്തിൽ നിന്നും മിന്നലും നാദവും ഇടിമുഴക്കവും പുറപ്പെടുന്നു. ദൈവത്തിന്റെ 7 ആത്മാക്കളായ 7 ദീപങ്ങൾ സിംഹാസനത്തിന്റെ മുമ്പിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. കൊണ്ടിരുന്നു എന്നല്ല, ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഹല്ലേലൂയ. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നു, ആൻഡ് ഔട്ട് ഓഫ് ദ ത്രോൺ പ്രൊസീഡഡ് ലൈറ്റ്നിങ്സ് ആൻഡ് തണ്ടറിങ്സ് ആൻഡ് വോയിസസ് ആൻഡ് there were 7 lamps of fire burning before the throne, which are the 7 spirits of God. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതെല്ലാം ഒരു സാധാരണ മനുഷ്യന് ഈ കാഴ്ചകളെല്ലാം കൂടെ കാണുമ്പോൾ എങ്ങനെയായിരിക്കും അല്ലേ? നമ്മൾ ആരെങ്കിലും ഭാവന ചിന്തിച്ചിട്ടുണ്ടോ? യോഹന്നാൻ ഈ കാഴ്ചകളെല്ലാം കൂടെ കണ്ടപ്പോഴത്തേക്ക് ആത്മവിവശനായി, അതൊരു സത്യമാണ്. എങ്കിലും ഹി വാസ് ടോട്ടലി നമുക്ക് ആർക്കും ചിന്തിക്കുവാൻ കഴിയാത്തതിനപ്പുറമാണ് ഇതൊക്കെ. കർത്താവിന്റെ മഹത്വം കാണുക. ഈ സ്വർഗത്തിലാണ് നമ്മൾ കടന്നു ചെല്ലേണ്ടത് കേട്ടോ. ഈ സ്വർഗത്തിൽ നമ്മൾ എത്തുന്നതിന് വേണ്ടിയാണ് കർത്താവ് നമ്മളെ അനുദിനം ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, നമ്മൾ മാറിയില്ല എങ്കിൽ, കർത്താവിന്റെ വചനപ്രകാരം ആകുന്നില്ലെങ്കിൽ, നമുക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ വി വിൽ മേക്ക് ഇറ്റ് അപ്പ്? നമ്മൾ അവിടെ എത്തുമെന്ന് തോന്നുന്നുണ്ടോ? ഇത്രമാത്രം വിശുദ്ധമായിരിക്കുന്നിടത്ത്, ഇത്രമാത്രം പരിശുദ്ധമായിരിക്കുന്നിടത്ത് നമ്മളിൽ എത്ര പേർക്ക് എത്തുവാനായിട്ട് കഴിയും സഹോദരങ്ങളെ? ഈ ഭൂമിയിലെ എത്ര സുന്ദരമായ കാഴ്ചകൾ എടുത്തു നോക്ക്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സൃഷ്ടിയാണെങ്കിൽ തന്നെയും പാപപങ്കിലമായി ലോകത്തിലുള്ള ഏറ്റവും മനോഹരമായ പൂക്കളെ എടുത്തു നോക്കിയെന്ന് പറഞ്ഞാലും എന്നും ആ പൂ നിൽക്കത്തില്ല. 2-3 ദിവസം കൊണ്ട് അത് ഡീക്കേഡ് ആയി പോകും. പാപം ചെയ്ത ഫലമാണത്. ഹല്ലേലൂയ. എന്തും ഈ ഭൂമിയിലേക്ക് നോക്കിയോ, അതൊന്നും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കാണുവാൻ കഴിയത്തില്ല. പക്ഷെ സ്വർഗം എന്ന് പറയുന്നത് ഹല്ലേലൂയ പാപം ചെല്ലാത്ത ഇടമാണ്. ഹല്ലേലൂയ. പാപം ചെല്ലാത്ത ഇടത്ത് എത്രമാത്രം പരിശുദ്ധമായിരിക്കും അത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഈ നാളുകളിൽ ഈ ശ്രേഷ്ഠമേറിയ സത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നാം വീണ്ടും ഒന്നുകൂടെ ഒരുക്കപ്പെടണം. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ വായിച്ചു കേട്ടല്ലോ, ജയിക്കുന്നവർക്കാണ് കർത്താവ് കിരീടം കൊടുത്തത്, ജയിക്കുന്നവർക്കാണ് നിലയെങ്കി കൊടുത്തത്. ഹല്ലേലൂയ. നമുക്കും ഇവിടെ ഈ 7-ാമത്തെ അധ്യായത്തിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റും, എണ്ണമില്ലാത്ത ഒരു പുരുഷാരത്തെ കുറിച്ച്, സകല ഗോത്രങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും വംശങ്ങളിൽ നിന്നും ജാതികളിൽ നിന്നും തെരഞ്ഞെടുത്ത ഒരു വലിയ ജനത്തെ 7-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അക്കൂട്ടത്തിൽ നമ്മളുണ്ട്. ഈ 24 മൂപ്പന്മാരിക്കും ആ സിംഹാസനത്തിൽ നമ്മൾ ഇരുന്നില്ലെങ്കിലും ഒരു തോല പിടിച്ചുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുന്ന കൂട്ടത്തിൽ നമ്മളുണ്ടായിരിക്കണം. ഹല്ലേലൂയ. അത് നമുക്ക് കർത്താവ് തന്നിരിക്കുന്ന ഇൻവിറ്റേഷനാണ്. കർത്താവ് തന്നിരിക്കുന്ന ശ്രേഷ്ഠമേറിയ ഭാഗ്യകരമായ വിളിയാണ്. അത് നമ്മൾ എത്തണം. അപ്പൊ ഈ 5-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ വി ഹാവ് ഡിസ്കസ്ഡ് ഇവിടെ 7 ദീപങ്ങളെ കുറിച്ചും 7 ആത്മാക്കളെ കുറിച്ചും പറയുന്നുണ്ട്. സിംഹാസനത്തിൽ നിന്ന് മിന്നലും നാദവും ഇടിമുഴക്കവും പുറപ്പെടുന്നു. ദൈവത്തിന്റെ 7 ആത്മാക്കളായ 7 ദീപങ്ങൾ സിംഹാസനത്തിന്റെ മുമ്പിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു. 3-ാമത്തെ അധ്യായത്തിൽ നമ്മൾ
ഈ വെളിപ്പാട് പുസ്തകത്തിന്റെ തന്നെ 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തെ നമ്മൾ വായിച്ചു. സർദീസിലെ സഭയുടെ ദൂതൻ എഴുതുക, ദൈവത്തിന്റെ 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു. അവിടെ 7 ആത്മാക്കളെ കുറിച്ച് നമ്മൾ പഠിച്ചു. 7 ആത്മാവെന്ന് പറയുന്നത് ദി പെർഫെക്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഓഫ് ഗാഡ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ 7 പൂർണ്ണമായ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ചാണ് കർത്താവിന്റെ 7 ദീപങ്ങളെ കുറിച്ച് പറയുന്നത്. ഇത് എഴുതിയിരിക്കുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തില്, ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് ഷാൽ റെസ്റ്റ് അപ്പോൺ ഹിം, ദ സ്പിരിറ്റ് ഓഫ് വിസ്ഡം, ദ സ്പിരിറ്റ് ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ്, ദ സ്പിരിറ്റ് ഓഫ് കൗൺസൽ, ദ സ്പിരിറ്റ് ഓഫ് മൈറ്റ്, ദ സ്പിരിറ്റ് ഓഫ് നോളജ് ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് ദ ഫിയർ ഓഫ് ദ ലോർഡ്. ഹല്ലേലൂയ. ഇങ്ങനെ 7 പരിശുദ്ധാത്മാവിന്റെ 7 പൂർണ്ണമായ ക്യാരക്ടറിസ്റ്റിക്സ്, സ്വഭാവത്തെ കുറിച്ച് ഹല്ലേലൂയ നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ദൈവത്തിന്റെ സിംഹാസനത്തിൽ നിന്ന് ഈ 7 ദീപങ്ങൾ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. 7 ആത്മാക്കളായ കണ്ണുകൾ എന്നൊക്കെ പറയുമ്പോൾ ദൈവത്തിന്റെ പരിപൂർണതയാണ് കാണിക്കുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പരിപൂർണമായ നിയന്ത്രണത്തെയാണ് കാണിക്കുന്നത് എന്ന് നമുക്ക് അവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഈ വാക്കുകൾ ഇവിടെ നിർത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. മുന്നോട്ടുള്ള സമയം നമുക്ക് അടുത്ത വാക്യങ്ങളെ പഠിക്കാം. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് ചൂമച്ചായെന്ന് തോന്നുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഓർമ്മയിൽ വെക്കുവാനും പഠിക്കുവാനും. അതുകൊണ്ട് സഹോദരങ്ങളെ, നിങ്ങൾ കുറച്ച് പേരെങ്കിലും ഇതിന് പ്രാധാന്യം കൊടുത്ത് കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായല്ലോ. പലരും എനിക്ക് ടെക്സ്റ്റ് മെസ്സേജുകൾ ഇടുന്നത് അവർ വീഡിയോയിൽ കണ്ടുകൊള്ളാം, ചിലയിടത്ത് മീറ്റിങ്ങുകൾ ഈ സമയം നടന്നുകൊണ്ടിരിക്കുന്നു, അവർക്ക് കയറാൻ പറ്റത്തില്ല, അങ്ങനെ പല ശരിയായിരിക്കാം കേട്ടോ, അതൊക്കെ ആയിരിക്കും കാരണങ്ങൾ. അവരെല്ലാവരും വീഡിയോയിൽ കാണാൻ വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. എന്നാലും എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ സമയം കണ്ട് ഇതിൽ സംബന്ധിക്കുവാൻ തക്കവണ്ണം ഇടയായല്ലോ. കർത്താവ് എന്നെയും നിങ്ങളെയും ഒരുപോലെ അനുഗ്രഹിക്കട്ടെ. ആർക്കെങ്കിലും ഇത് മനസ്സിലാക്കുവാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായി എങ്കിൽ ഒന്നുകൂടെ 1-2 പ്രാവശ്യം കൂടെ നിങ്ങൾ ഇരുന്ന് അത് മനസ്സിലാക്കാമെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ അത് പതിയുക മാത്രമല്ല, നാളെ ആരെങ്കിലും നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിച്ചാൽ അതിന് ഉത്തരം കൊടുക്കുവാൻ കഴിയും. ആർക്കെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യുവാൻ തക്കവണ്ണം ആർക്കെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയും. അനേക ദൈവമക്കളുടെ ജീവിതത്തിൽ അവർ മാറ്റിവെച്ചിരിക്കുന്ന പുസ്തകമാണ് ബുക്ക് ഓഫ് റെവലേഷൻ. വെളിപ്പാട് പുസ്തകം പഠിക്കാതെ മാറ്റിവെച്ചിരിക്കുക, അത് ശത്രുവിൻ്റെ ഏറ്റവും വലിയൊരു തന്ത്രമാണ്. കാരണം വെളിപ്പാട് പുസ്തകം പഠിക്കുന്ന ഒരു വ്യക്തി കർത്താവിൻ്റെ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കും. വലിയ മർമ്മങ്ങൾ അതിനകത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മുടെ ഭാവിയെക്കുറിച്ച് പറയുന്നതാണ്. ആ ഭാവിയെക്കുറിച്ച് നമ്മൾ അറിഞ്ഞു കഴിയുമ്പോണ്ടല്ലോ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കുവാനായിട്ട് കഴിയും സഹോദരങ്ങളെ. അതുകൊണ്ട് അനേക സഭകളിലായാലും അനേക ദൈവമക്കളായാലും ദൈവദാസീദാസന്മാരായാലും ഈ ഒരു പുസ്തകം മാറ്റിവെക്കും. കാരണം അത് മനസ്സിലാക്കുവാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണെന്ന് പറഞ്ഞ് മാറ്റിവെക്കും. എന്നാൽ സഹോദരങ്ങളെ, നമുക്ക് കർത്താവ് വഴികൾ തുറന്നു തരുന്നെങ്കിൽ അതിലെ നമ്മളത് പഠിക്കണം. ഇതിനകത്ത് മാറ്റി ഈ പുസ്തകത്തിൽ നമ്മുടെ ദൈവത്തിന്റെ വചനത്തിൽ 66 പുസ്തകങ്ങളും നമ്മൾ പഠിക്കുവാൻ കർത്താവ് എഴുതി തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളത് പഠിക്കണം. നമ്മളെ പഠിപ്പിക്കുന്നത് കർത്താവിന്റെ പരിശുദ്ധാത്മാവ്. നമ്മുടെ തലകളെ കർത്താവിന്റെ സന്നിധിയാണ്. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. മഹാദയോടെ ഇന്നത്തെ പകൽക്കാലവും അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടിരുന്നല്ലോ കർത്താവേ. മാനുഷിക ബുദ്ധി കൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയാത്ത ദൈവവചനത്തിന്റെ ശ്രേഷ്ഠ മർമ്മങ്ങളെ കർത്താവെ അങ്ങ് വെളിപ്പെടുത്തി തരുന്നത് കൊണ്ട് സ്തോത്രം. അങ്ങയുടെ വചനത്തിൽ നിന്ന് വചനത്തെ വ്യാഖ്യാനിക്കുവാൻ, മാനുഷിക ബുദ്ധിയിൽ നിന്ന് ഊഹാപോഹങ്ങൾ പറയുവാനല്ല കർത്താവെ, ഒരു വചനത്തെ മറ്റൊരു വചനത്തിലൂടെ കണ്ട് അതിൻ്റെ അർത്ഥത്തെ ഗ്രഹിപ്പാൻ ഞങ്ങൾക്ക് അങ്ങ് കൃപ തരണം എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് എഴുതാത്ത, അങ്ങ് വെളിപ്പെടുത്താത്ത ഒരു വാക്കുപോലും ഞങ്ങളുടെ ഭാവനയിൽ നിന്നും അനുമാനത്തിൽ നിന്നും അങ്ങയുടെ സഭയെ പഠിപ്പിക്കുവാനോ സഹോദരങ്ങളെ പഠിപ്പിക്കുവാനോ തക്കവണ്ണം ഞങ്ങൾക്ക് ഇടയാവരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പരിപൂർണമായും ഞങ്ങളുടെ ടീച്ചിങ്, ഞങ്ങളുടെ പഠിക്കൽ ദൈവവചനത്തിൽ അധിഷ്ഠിതമായിരിക്കാൻ കർത്താവ് സഹായിക്കണമേ അപ്പ. അങ്ങ് അടിയൻ്റെ മേൽ പകർന്ന കൃപയിൽ, അടിയൻ്റെ എളിയ ബുദ്ധിയിൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുവാനായിട്ട് ഞാൻ ശ്രമിച്ചു കർത്താവെ. കേൾക്കുന്ന ഞങ്ങളുടെ ജനത്തിനത് ലഘുവായി മനസ്സിലാകത്തക്കവണ്ണം കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് പ്രകാശിപ്പിച്ചു കൊടുക്കുമാറാകണമേ എന്ന് അടിയനങ്ങളെ അപേക്ഷിക്കുക. ഇന്ന് കടന്നു വന്ന ഞങ്ങളുടെ ദാസീദാസന്മാർക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രതിഫലം കൊടുത്ത് സ്വർഗം മാനിക്കണമേ കർത്താവെ. ഭാവിയിൽ വീഡിയോയിലൂടെ ഇത് കേൾക്കുവാൻ പോകുന്ന സഹോദരങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരോടുകൂടെയും അങ്ങയുടെ കൃപയുണ്ടാകണമേ. അങ്ങ് ഞങ്ങൾ അറിയുവാൻ തക്കവണ്ണം അങ്ങയുടെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് താഴ്മയുള്ള ഹൃദയത്തോടെ അങ്ങയുടെ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് അറിയുവാൻ തക്കവണ്ണം, വിശ്വാസത്തിൽ അതിനെ അനുസരിപ്പാൻ തക്കവണ്ണം കർത്താവ് അടിയനെയും അടിയൻ്റെ സഹോദരങ്ങളെയും ഒരുപോലെ സഹായിച്ചു. ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു സമയം മുന്നോട്ട് തന്നാട്ട്
അങ്ങയുടെ വരവിങ്കിൽ ഞങ്ങൾ എല്ലാവരും എടുക്കപ്പെടുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനാൽ ഒരുക്കിക്കാട്ടെ. സ്തോത്രം. പ്രാർത്ഥന കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.